അതിൽ നിന്നാണ് നമ്മളുടെ ഈ യാത്ര എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. പിന്നീട് പല ഘട്ടങ്ങളിലൂടെയുള്ള നിയമനിർമ്മാണങ്ങളുടെ കഥകൾ നമുക്കറിയാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും മനുഷ്യരുടെ മൗലികാവകാശങ്ങൾ ഭരണഘടന വളരെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്ത ശേഷവും വർഷങ്ങളെടുത്താണ് നമുക്ക് ഇന്ന് കാണുന്ന പല നിയമങ്ങളും സാധ്യമായി കിട്ടിയത്. ഐക്യരാഷ്ട്രസഭ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നടപ്പാക്കിയ നിയമനിർമ്മാണങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് 185 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു കൺവെൻഷനിലാണ് ഭിന്നശേഷി മനുഷ്യരുടെ അവകാശങ്ങളും അന്തസ്സും സ്ഥാപിക്കപ്പെട്ട ഒരു കരാർ ഒപ്പുവെക്കപ്പെടുന്നത്. അതിനുശേഷം വർഷങ്ങൾ എടുത്തെങ്കിലും ഇന്ത്യയിൽ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം ഉണ്ടാവുകയും പിന്നീട് ഒരു ദശാബ്ദം ഏതാണ്ട് കാത്തു നിന്ന ശേഷം PWD ആക്ട് വരികയും ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഒരു ഘട്ടം വരെ പരിചയം. ഞാൻ ഓരോ നിയമത്തിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് ഇവർ പോവുകയും ആ സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. ഞാനതിനൊരു ഓടിച്ചുള്ള ഒരു പറച്ചിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പോവുകയും ചെയ്ത് ഇന്ന് 2016 ഏറ്റവും വിപ്ലവകരമെന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യാവകാശത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമനിർമ്മാണം ഇന്ത്യൻ പാർലമെന്റ് നടത്തി കഴിഞ്ഞ് 10 വർഷം പിന്നിടുമ്പോൾ 2026 എത്തുമ്പോഴും ഇന്ത്യ എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഒക്കെ വളരെയേറെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന കേരളം ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പോലും പ്രഖ്യാപിക്കപ്പെട്ടിട്ട് ഒരു 10 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കേരളം എവിടെയാണ് എത്തി നിൽക്കുന്നത്? നിയമത്തിൻ്റെ പ്രശ്നമാണോ? നിയമങ്ങൾ പോളിസികളായി നടപ്പാക്കപ്പെടുന്നതിൻ്റെ വിഷയമാണോ? അതിൻ്റെ നിർവചനത്തിൽ വരുന്ന വ്യക്തികളുടെ പ്രശ്നമാണോ എന്ന് തുടങ്ങിയ ഒട്ടേറെ ഗൗരവമായ വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വേദിയായി ഈ സ്ഥലം മാറുകയാണ്. ഒരുപക്ഷെ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഈ ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും അർത്ഥപൂർണമാവേണ്ട ഒരു സംവാദ വേദിയായി ഇവിടെ മാറുകയാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി, അത് നിയമവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും കൂടിയായതുകൊണ്ട് മുൻ ജഡ്ജും അതിലുപരി നമ്മുടെ ഭിന്നശേഷി കമ്മീഷണറുമായിരുന്ന ശ്രീ പഞ്ചാബ് കേശവൻ സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ആമുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായ ചോദ്യങ്ങളിലൂടെ കൃത്യമായ വിശദീകരണങ്ങളിലൂടെ നമുക്ക് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പഞ്ചാബ് കേശവൻ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹക്കീം മാഷ് സൂചിപ്പിച്ചതുപോലെ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലോ കഴിഞ്ഞ നൂറ്റാണ്ടിലോ അതിന് മുന്നത്തെ നൂറ്റാണ്ടിലോ ഉണ്ടായ ഒരു ജീവിതാവസ്ഥയല്ല. നമുക്കറിയാം, നമ്മുടെ രാമായണം മഹാഭാരതം കഥകളിലൊക്കെ പുരാണങ്ങളിലൊക്കെ ഡിസബിലിറ്റി ഉള്ള കഥാപാത്രങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് മഹാഭാരതത്തിൻ്റെ നെടും തൂണ് എന്ന് പറയാവുന്ന ധൃതരാഷ്ട്രർ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ശകുനി എന്ന് പറയുന്ന കഥാപാത്രവും ഡിസബിലിറ്റി ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. അല്ലെങ്കിൽ മന്ദര എന്ന് പറയുന്ന നമ്മുടെ രാമായണത്തിലെ ഒരു മെയിൻ ക്യാരക്ടറും അങ്ങനെ ഡിസബിലിറ്റി ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അതിൻ്റെയൊക്കെ കാലം പറയുന്ന 5000 കൊല്ലത്തിന് മുമ്പ് എന്ന് നമ്മളൊരു കണക്ക് പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പും ഭൂമിയിൽ ഭിന്നശേഷിക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതും 1950 എല്ലാവർക്കും അറിയാവുന്ന പോലെ ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഒരുപക്ഷെ ഇനി ആ ഭരണഘടന എഴുതിയ അത്രയും പ്രതിഭാധനരായ ആൾക്കാർ ചിലപ്പോൾ ഇനി ഭൂമിയിൽ ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയേറെ പ്രതിഭകളായിരുന്നു
ഭരണഘടന എഴുതിയത് നമുക്കറിയാം. ഡോക്ടർ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അങ്ങനെ തുടങ്ങി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയുള്ള നമ്മുടെ രാജ്യത്ത് ഇന്നുവരെ ജീവിച്ചിരുന്ന ആൾക്കാരിൽ ഏറ്റവും പ്രതിഭാതന്ത്രെന്ന് കഴിയുന്ന പ്രതിഭകളാണ് ആ ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ മഹത്തായ ഭരണഘടനയ്ക്കകത്ത് ഡയറക്റ്റായിട്ട് ഡിസബിലിറ്റി അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ വന്നില്ല. ഡയറക്റ്റായിട്ട് ഭരണഘടനയ്ക്കകത്ത് ഡിസബിലിറ്റി അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ വന്നില്ല. ഞാൻ പറഞ്ഞു 5000 കൊല്ലത്തിന് മുമ്പ് തന്നെ ഇത്തരം ആൾക്കാർ ഭൂമിയിലുണ്ടായിരുന്നു. നമുക്കറിയാത്ത കാരണങ്ങൾ കൊണ്ട് പല രീതിയിലും കാളിദാസ മഹാകവി തീർച്ചയായിട്ടും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു കാരണം. നമ്മൾ വായിച്ചിട്ടുള്ളത് അദ്ദേഹം ഇരിക്കുന്ന മരത്തിന്റെ കൊമ്പ് മുറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ഭൂമിയിലുണ്ടായിരുന്നു, അന്നും ഇന്നും ഒക്കെ ഉണ്ടായിരുന്നു. അവർ മനുഷ്യരാണ്, എല്ലാ അവകാശങ്ങളും ആ മനുഷ്യർക്കുണ്ട്. അവരെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് പോകേണ്ടത് സമൂഹത്തിന്റെ ചുമതലയാണ്, സർക്കാരിന്റെ ചുമതലയാണ്. ഈ നമ്മൾ കാണുന്ന എല്ലാ ജനങ്ങളും ഒന്നുപോലെ എല്ലാ റൈറ്റും ഉള്ളവരാണ്. ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും റൈറ്റുണ്ട്, അത് സംരക്ഷിക്കപ്പെടണം, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ മഹത്തായ ഭരണഘടനയ്ക്കകത്ത് ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു അനുച്ഛേദം അതിനകത്ത് വന്നില്ല. ആർട്ടിക്കിൾ 16(1) ഇന്റർപ്രിട്ടേഷനകത്താണ് ഈ ഡിസബിലിറ്റിയെ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഭിന്നശേഷിയെ അഡ്രസ് ചെയ്യുമ്പോൾ ദിവ്യാംഗജൻ എന്ന് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന, നമ്മുടെ സർക്കാർ ഭിന്നശേഷി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഡിസേബിൾഡ് എന്ന ഡിസബിലിറ്റി എന്ന് പറയുന്ന ആ വിഭാഗത്തെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 45 വർഷം ആയപ്പോഴാണ് ആദ്യത്തെ നിയമനിർമ്മാണം ഡിസബിലിറ്റിക്ക് വേണ്ടി നടക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 1995-ലാണ് ആ നിയമം നിലവിൽ വരുന്നത്. 7/2/96 നിലവിൽ വന്നു. 7/2/96 ആ നിയമത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അത് വെൽഫെയർ ബേസ്ഡ് ആയിരുന്നു. അത് എല്ലാം വെൽഫെയറാണ്. വെൽഫെയർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനുഷിക പരിഗണന, അതാണ് അവിടെ ഉള്ളത്. എല്ലാ നിയമത്തിന്റെ മുകളിൽ നിൽക്കേണ്ട ഒരു നിയമം തന്നെയാണ് മാനുഷിക പരിഗണന. അതിനപ്പുറത്തേക്ക് ഒരു നിയമമില്ല. എല്ലാ നിയമത്തിന്റെയും മുകളിലാണ് അത് നിൽക്കേണ്ടത്. അങ്ങനെ പരിഗണന വെച്ചിട്ട് ഒരു ആക്ട് ആദ്യമായിട്ടുണ്ടായി. 95 ആക്ട് 96 ഫെബ്രുവരി 7 നിലവിൽ വന്നു. പക്ഷേ 2013 ഒക്ടോബർ മാസം 8 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ഡൽഹി ഹൈക്കോടതി ഫയൽ ചെയ്തതിൻ്റെ സിവിൽ അപ്പീലാണ് സുപ്രീം കോടതിയിലേക്ക് വന്നത്. അത് ജോലി സംവരണം സംബന്ധിച്ച കേസായിരുന്നു. ഇന്നത്തെ 34ാമത്തെ വകുപ്പിന് തുല്യമായിട്ട് പഴയ ആക്ടിനകത്ത് 33 അന്നത്തെ പ്രൊവിഷൻ. 3% ജോലി സംവരണം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഒരാളുടെങ്കിലും അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വിവരം റിസർച്ചിന് വിധേയമാക്കേണ്ടതാണ്. അപ്പം സുപ്രീം കോടതി വളരെ ശക്തിയായിട്ട്, പിന്നെ പിൽക്കാലത്ത് കേരളത്തിലെ ഗവർണറായിരുന്ന ജസ്റ്റിസ് സദാശിവം, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് വന്നു. 3 മാസത്തിനകത്ത് ഇതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ ഉണ്ടാവും എന്ന് സെൻട്രൽ ഗവൺമെന്റിനാണ് കൊടുത്തത്. ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് ഈ നിയമം കൊണ്ടുവന്നതും ഗവൺമെന്റ് ആയിരുന്നു. 95 നിയമം കൊണ്ടുവന്നത്. ആനുകൂല്യം കൊടുക്കാൻ പറഞ്ഞ് ഗവൺമെന്റിനെതിരെയാണ് വിധി വന്നപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അതിന് അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയത്. അത് തള്ളിക്കൊണ്ടാണ് വിധിന്യായം പുറപ്പെടുവിച്ചത്. 3 മാസത്തിനകത്ത് നടപ്പാക്കാൻ പറഞ്ഞു. അത് നടപ്പായില്ല എന്ന് മാത്രമല്ല, മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ UN കൺവെൻഷനെ നമ്മൾ സിഗ്നേറ്ററി ആയപ്പോൾ നമ്മളുടെ നിയമം തന്നെ മാറിക്കൊണ്ട് 2016 ഇപ്പോഴും നിലവിലുള്ള ആക്ട് 2017 ഏപ്രിൽ മാസം 19 അത് നിലവിൽ വന്നു. 2 ആക്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ആക്ടിനകത്ത് 7 വിഭാഗം ഭിന്നശേഷിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ആക്ടിനകത്ത് 21 വിഭാഗം ഭിന്നശേഷിയുണ്ട്. ഇനിയും കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാനുള്ള പ്രൊവിഷനും അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം, ആദ്യത്തെ ആക്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽഫെയർ ബേസ്ഡ് ആയിരുന്നെങ്കിൽ, എല്ലാവരും ക്ഷേമം ആണ് എന്ന് പറഞ്ഞതെങ്കിൽ, ഇപ്പോൾ റൈറ്റ് ബേസ്ഡ് ആണ്. അത് അദ്ദേഹം പറഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ആക്ട് റൈറ്റ് ബേസ്ഡ്. റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എവറി ഡിനയൽ ഇറ്റ് വിൽ ബിക്കം ആൻ ഒഫൻസ്. എല്ലാ റൈറ്റും ഇതിനകത്ത് 3ാമത്തെ വകുപ്പ് മുതൽ 48ാമത്തെ വകുപ്പ് വരെ പറയുന്നത് റൈറ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട
ആത്മാവെന്ന് പറയുന്ന റൈറ്റാണ് എന്താണ്? ഇക്വാളിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഇവിടെ പറഞ്ഞല്ലോ വ്യക്തി എന്ന് പറയുന്നു. കാരണം ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. വ്യക്തിയാണ് എല്ലാവരും, നമ്മളെല്ലാവരും വ്യക്തികളാണ്. അപ്പൊ അതിനകത്ത് ആൺ പെൺ വ്യത്യാസമില്ല, ഉള്ളവരും ഇല്ലവരും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരും വ്യക്തി എന്നുള്ളതിലാണ് പറയുന്നത്. എല്ലാവരും വ്യക്തിത്വമുള്ള ഓരോ വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലാണ് നിയമം വന്നിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നോൺ ഡിസ്ക്രിമിനേഷനും ഇക്വാളിറ്റിയും. ഇക്വാളിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വാക്കും ഓർമ്മ വരും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇക്വിറ്റി. എന്താണ് ഇക്വാളിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ മുന്നിൽ 3 ആൾക്കാർ നിൽക്കണമെന്ന് വിചാരിക്കുക. ആദ്യത്തെ ആളിന് ഒരു 6 അടി ഹൈറ്റ് ഉണ്ട്. സാധാരണ 6 അടി ഹൈറ്റ് ഉള്ളപ്പോൾ മനുഷ്യർക്ക് കിട്ടാവുന്ന ഒരു നല്ല ഹൈറ്റാണ് 6 അടി ഹൈറ്റ്. അതിന് മുകളിൽ വരുമ്പോൾ കുറച്ച് അധികം ഹൈറ്റ് ആയിപ്പോയി. അതിന് കീഴോട്ട് പോകുമ്പോഴും അവരെല്ലാവരും മനുഷ്യർ തന്നെ, സംശയമൊന്നുമില്ല. പക്ഷേ ഒരാളിന് 6 അടി ഹൈറ്റ്, അടുത്ത ആളിന് 5 അടി ഹൈറ്റ്, മൂന്നാമത്തെ ആളിന് 4 അടി ഹൈറ്റ്. 3 വ്യക്തികൾ. ഇവരുടെ മുന്നിൽ 6 അടി ഹൈറ്റുള്ള ഒരു മതിലുണ്ട്, അല്ലെങ്കിൽ ചുമരുണ്ട്. ഈ ചുമരിന്റെ മറുവശത്ത് നമ്മുടെ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമുണ്ട്. ഈ 3 വ്യക്തികൾക്കും ഒറ്റ ആഗ്രഹമാണ്. എന്താണ്? മതിലിന്റെ മറുവശത്തുള്ള പൂന്തോട്ടം ഒന്ന് കാണണം. വളരെ നിർദോഷമായിട്ടൊരു ആഗ്രഹം. അവർക്ക് പൂ പറിക്കേണ്ട, അതിനിടയിൽ കയറി അത് നശിപ്പിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇതൊന്ന് കണ്ടാൽ മാത്രം മതി. അതാണ് 3 പേരുടെ ആഗ്രഹം, ഒരേ ആഗ്രഹം. പക്ഷേ 6 അടി ഹൈറ്റുള്ള ആളിന് പോലും കഴിയുന്നില്ല. കാരണം മതിലിന്റെ ഹൈറ്റ് 6 അടി ഉണ്ട്. 3 പേർക്കും മതിൽ നോക്കി നിൽക്കാനേ പറ്റുന്നുള്ളൂ. ഈ വിഷമം കണ്ടിട്ട് ഒരാള് 1 അടി ഹൈറ്റുള്ള ഒരു ബെഞ്ച് അവിടെ വെച്ച് കൊടുത്തു. 1 അടി ഹൈറ്റ്. എന്നിട്ട് പറഞ്ഞ് ഇതിന്റെ മുകളിൽ കയറി ഇതിന്റെ അപ്പുറത്ത് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആൾ അതിന്റെ മുകളിൽ കയറി. അപ്പം 6 അടി ഹൈറ്റുള്ള ആളിന് 1 അടി ഹൈറ്റിന്റെ മുകളിൽ കയറുമ്പോൾ എത്ര ഹൈറ്റ് വരും? എത്ര അടി ഹൈറ്റ് വരും? 7 അടി ഹൈറ്റ് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചോ? അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിച്ചില്ലേ? 7 അടി ഹൈറ്റ് ആകുമ്പോൾ അപ്പുറത്തേക്ക് കാണാൻ പറ്റുമല്ലോ. 6 അടിയിലെ മതിലിന്റെ ഹൈറ്റ് ഉള്ളൂ. തല അതിന്റെ മുകളിൽ കിട്ടുമ്പോൾ കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹം കാണാൻ പറ്റി. അടുത്ത ആളിന്റെ പ്രശ്നം പരിഹരിച്ചേ ഇല്ല. കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് 5 അടി ഹൈറ്റ് ഉണ്ട്. 1 അടി ബെഞ്ചിന്റെ ഹൈറ്റ് കിട്ടിയാലും 6 അടി ആവുന്നുള്ളൂ. മൂന്നാമത്തെ ആളിന് സങ്കല്പിക്കാനേ ഒക്കത്തില്ല. കാരണം 4 അടി ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡിസബിലിറ്റിയുടെ കണക്ക് പ്രകാരം 4 അടി 10 ഇഞ്ചിന് താഴെ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ ഡോർഫാണ്, അല്ലെങ്കിൽ ഹ്രസ്വകായത്വം എന്ന് പറയുന്ന നമ്മുടെ ഡിസബിലിറ്റിയിലെ ലോക്കോമോ ഡിസബിലിറ്റിക്കകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ പറയുന്നത്. 4 അടി 10 ഇഞ്ചിന് താഴെ ഹൈറ്റുള്ള ആൾക്കാരൊക്കെ അതാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് പ്രശ്നം പരിഹരിക്കാൻ കിട്ടിയില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഈ 2 പേര് അത് നോക്കി പഴയ ഒരു മാറ്റവും വന്നില്ല. ബെഞ്ചിന്റെ പുറത്ത് കയറിയിട്ടും കാര്യമില്ല. അപ്പോഴത്തേക്കാണ് മറ്റൊരു മനുഷ്യ സ്നേഹി വന്നിട്ട് ഒരു പീഠം അല്ലെങ്കിൽ ഒരു സ്റ്റൂള് വെച്ചു കൊടുത്തു. വെച്ചപ്പോൾ അതിന് 2 അടി ഹൈറ്റ് ഉള്ള ഒരു പീഠം വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്റ്റൂൾ വെച്ചു കൊടുത്തപ്പോൾ 5 അടി ഹൈറ്റുകാരൻ ആ സ്റ്റൂളിന്റെ മുകളിൽ കയറിയപ്പോൾ അയാളുടെ പ്രശ്നം പരിഹരിച്ചു. കാരണം പുള്ളിക്കും 7 അടി ഹൈറ്റായി അല്ലേ? മൂന്നാമത്തെ ആളിന് ഒരിക്കലും ഇതൊരു പരിഹാരമാകുന്നില്ല. അപ്പോഴത്തേക്കാണ് 3 അടി ഹൈറ്റുള്ള ഒരു സ്റ്റൂള് ഒരാൾ കൊടുത്തപ്പോൾ ഈ ആളുടെയും പ്രശ്നം പരിഹരിച്ച് കിട്ടി. ഇവിടെ ഈ ബെഞ്ച് എന്ന് പറയുന്നതാണ് ഇക്വാളിറ്റി. എല്ലാം തുല്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള കൊടുക്കാനായിട്ട് നമ്മുടെ സംവിധാനത്തിന് കഴിയണം. അതാണ് ആ സ്റ്റൂള് കൊണ്ട് വന്നത്. നമ്മുടെ മനുഷ്യരെന്ന് പറയുന്ന എല്ലാവർക്കും ഇതാണ് സത്യത്തിൽ. നമ്മുടെ 12ാമത്തെ ആർട്ടിക്കിൾ മുതൽ 32ാമത്തെ ആർട്ടിക്കിൾ വരെ പാർട്ട് 3 ഭരണഘടനയുടെ 3ാമത്തെ ഏറ്റവും അതിന്റെ ആത്മാവെന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അതിന്റെ ആത്മാവെന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കറും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം ആ 3ാമത്തെ ആർട്ടിക്കിൾ നിലനിൽക്കുന്നത് തന്നെ ഇക്വിറ്റി പ്രിൻസിപ്പിളിലാണ്. ഇക്വിറ്റിയിലാണ് ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പോകേണ്ടത്. അപ്പം നമ്മളുടെ ഈ നിയമം നിൽക്കുന്നത് തന്നെ ഇക്വിറ്റിയിലാണ്. ഓരോ വ്യക്തിക്കും എന്താണോ ആവശ്യം അത് കൊടുക്കാനായിട്ട് ഈ സംവിധാനത്തിന് കഴിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിൽ നമ്മൾ ഒരാൾ സംസാരിക്കുന്നതിന് ബ്രേക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ചോദ്യം ശിവ മുദാസിനോടാണ്. സാമൂഹ്യനീതി വകുപ്പിനാണ് അതിൻ്റെ പോളിസി നിർമ്മാണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതിൻ്റെ
നടപ്പാക്കുന്നതിലൊക്കെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ ഏജൻസിയാണ് സാമൂഹ്യനീതി വകുപ്പ്. അതിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആളാണ് ശിവ മുന്താസ്. നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിൻ്റെ തുല്യത, ഇക്വിറ്റി ഉറപ്പാക്കുന്നതിൽ എന്തുകൊണ്ടാണ് സമൂഹം പരാജയപ്പെട്ടു പോകുന്നത്? അത് സർക്കാർ മിഷനറിയുടെ കുഴപ്പം കൊണ്ടാണോ, ബ്യൂറോക്രസിക്ക് വേണ്ടത്ര ബോധം ഇല്ലാത്തത് കൊണ്ടാണോ, ഏതെങ്കിലും തരത്തിലുള്ള ഫയൽ കുരുക്കുകൾ കൊണ്ടാണോ, അതല്ല അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനും നേടിയെടുക്കാനുമുള്ള അവയർനെസ് ഇതിൻ്റെ വിക്ടിംസ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവകാശികൾക്ക് റൈറ്റ് പേഴ്സൺസ് ഇല്ലാത്തത് കൊണ്ടാണോ, അത് നേടിക്കൊടുക്കുന്നതിൽ ഇവിടെയുള്ള മറ്റ് സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് കൊണ്ടാണ്? എന്താണ് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള ഈ കാര്യത്തിലുള്ള വിശദീകരണം? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ചരിത്രമാണെന്നാണ്. കാരണം ഭിന്നശേഷിയുള്ള ആളുകളുടെ, ഭിന്നശേഷി എന്നുള്ള പ്രയോഗം പോലും ശരിയാണോ എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഒരു പൊതുവേദിയിൽ വളരെ മുഖ്യധാര പ്രശ്നമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം. ആ സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. ഇപ്പം അക്കിമാഷി ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് നിയമവും പോളിസിയും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും നിയമത്തിലും പോളിസിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അനുഭവവേദ്യമാകാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമാണ് അക്കിമാഷി മുന്നോട്ട് വെച്ചത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരം പറയാമോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നേരത്തെ പഞ്ചാബേഷൻ സാറ് പറഞ്ഞു, ഇതിൻ്റെ നിയമപരമായിട്ടുള്ളൊരു പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നേരത്തെ ഡിസബിലിറ്റി ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം ആരംഭിച്ച സമയം മുതൽ തന്നെ ഉണ്ട്. എല്ലാ മേഖലയും പോലെ തന്നെ ഇതൊരു ആളുകളുടെ കൃത്യമായ അവകാശ പ്രശ്നമായിട്ട് വരുന്നത് 1990-കൾക്ക് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നേരത്തെ ഭിന്നശേഷിയുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അല്ലെങ്കിൽ ഒരു ചാരിറ്റി അർഹിക്കുന്ന ആളുകളായിട്ട് മാത്രം കാണുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു രീതി. അതിനുശേഷം എനിക്ക് തോന്നുന്നത് വ്യാവസായിക വിപ്ലവത്തിനുമൊക്കെ ശേഷമാണ് ഒരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ള രീതിയിലേക്ക്, അതിനു മുമ്പ് ഒരു ആരോഗ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ ഈ വിഷയത്തിനെ കണ്ടിരുന്നു. എന്നാൽ അതൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ലോകമഹായുദ്ധങ്ങൾക്കുമൊക്കെ ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം 1990-കളായപ്പോഴാണ് കൃത്യമായിട്ടൊരു അവകാശ പ്രശ്നം എന്നുള്ള രീതിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതും കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് 2006 UNCRPD എന്ന് നമ്മൾ വിളിക്കുന്ന അവകാശ കൺവെൻഷൻ വരുന്നത് UN-ന്റെ. അതിനെ തുടർന്നാണ് അതിനൊപ്പുവെച്ച രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഒരു സമഗ്ര ഭിന്നശേഷി അവകാശ നിയമം 2016 നടപ്പിൽ വരുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി എല്ലാ മേഖലയിലും കുറച്ചുകൂടെ വേഗത്തിലും സൂക്ഷ്മമായും പല ഇടപെടലുകളും നടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഭിന്നശേഷി അവകാശ നിയമം കേന്ദ്ര നിയമമായി വരുന്നതിന് മുമ്പ് തന്നെ തൊട്ട് മുമ്പത്തെ വർഷം കേരളത്തിലൊരു ഭിന്നശേഷി പോളിസി നിലവിൽ വന്നിട്ടുണ്ട്. 2015 കേരള സംസ്ഥാന ഭിന്നശേഷി നയം നടപ്പിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സംഗതി എന്ന് പറയുന്നത് തീർച്ചയായും തുല്യ അവകാശവും ഓട്ടോണമി ആയിരുന്നു. മനുഷ്യരുടെ സ്വയം നിർണയാവകാശം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു നയമാണ് 2015 കേരള സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അക്കിമാഷി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ട് നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാകാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നിയമവും സ്വയം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. നിയമത്തിൻ്റെ നടപ്പാക്കൽ അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ, അതിൻ്റെ യഥാർത്ഥമായ രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സ്പിരിറ്റോടും കൂടി നടപ്പിലാകുക, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ മനസ്സും ഒരു പൊതുബോധവും ഒക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ അത് നിലനിൽക്കാത്ത ഒരു രാജ്യത്ത് നിയമം കൃത്യമായിട്ട് നടപ്പിലാകുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്.
ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിൽ കൃത്യമായ ഇടപെടൽ നടക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി മേഖലയിൽ നമ്മളുടെ റവന്യൂ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുന്ന നാട് എന്നുള്ള രീതിയിൽ ഈ നിയമത്തിൻ്റെ നടപ്പാകൽ എന്നുള്ളത് അവരുടെ സാമൂഹ്യ ക്രമത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു മൂന്നാം ലോക രാജ്യത്ത് അല്ലെങ്കിൽ ഒരു വികസ്വര രാജ്യത്ത് നിന്ന് നോക്കുന്ന നമ്മളെ സംബന്ധിച്ച് നിയമം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഒരു സാമൂഹ്യ മാറ്റത്തിലേക്കുള്ള, അല്ലെങ്കിൽ എല്ലാവരും തുല്യരായി പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ക്രമത്തിലേക്ക് നടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏണിയായിട്ട് നമുക്ക് കാണാൻ തോന്നുന്നു. അത് ഒരേ സമയം തന്നെ നമുക്ക് സാമൂഹ്യ മാറ്റത്തിനുള്ള ഒരു ടൂളായിട്ടും, അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു ശ്രമം എന്നുള്ള രീതിയിലുള്ള നമുക്ക് ചവിട്ടി കയറാനുള്ള ആദ്യ പടിയായിട്ടൊക്കെ നമുക്ക് നിയമത്തിനെ കാണാവുന്ന ഒരു സാമൂഹ്യ പരിസരത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഇതിന് വിഭിന്നമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഭിന്നശേഷി മേഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന നോഡൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മേഖലയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ സമരം തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ഒരു വിഷയം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരു ഭരണ രംഗത്തുള്ള, അല്ലെങ്കിൽ ഭരണ സംവിധാനം കൃത്യമായി ഇടപെടേണ്ട ഒരു വിഷയം എന്നുള്ള രീതിയിലുപരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം തന്നെയാണ് ഭരണ സംവിധാനം എന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനം എന്നുള്ള രീതിയിലും നമ്മൾക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം നമ്മളുടെ ഭരണ സംവിധാനത്തിനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. നമ്മളുടെ മുഖ്യ വിഷയമായിട്ട് ഭരണ സംവിധാനം നേരിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ട ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിലേക്ക് ഭിന്നശേഷിയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം പോലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇത്തരം മേഖലകളിൽ പലതരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന സംസ്ഥാനം എന്നുള്ള രീതിയിൽ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുന്ന ഇടപെടലുകൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നിയമത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിയമത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ 2016 നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും മഹത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആശയം ഇൻക്ലൂഷൻ എന്ന ഒരു ആശയമാണ്. അപ്പോൾ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരുടെ ഇൻക്ലൂഷൻ എവിടെയൊക്കെയാണ് നിയമം പറയുന്നത് എന്നുള്ളത് വളരെ വിപുലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ ആസൂത്രണ പ്രക്രിയയിൽ എങ്ങനെയാണ് ഭിന്നശേഷിക്കാർ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഭിന്നശേഷിക്കാർക്ക് അവരുടെ റോൾ അതിൽ നിർവഹിക്കാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ നമ്മളുടെ പദ്ധതി നിർവഹണ രംഗത്തിൽ ഏത് രീതിയിലാണ് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം വരുന്നത്, അതുപോലെ ഓരോ സാമൂഹ്യ മേഖലകളിൽ ഇപ്പോൾ നമ്മൾ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പം വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലും ഒക്കെ തന്നെ എവിടെയാണ് ഭിന്നശേഷിക്കാർ പ്രതിനിധാനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വലിയ ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇപ്പം നമുക്കറിയാം നമ്മളുടെ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് ജയിച്ച് ഭരണത്തിലേറുന്ന സംവിധാനമാണ് നമുക്കുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഭിന്നശേഷിക്കാരുടെ പ്രാതിനിധ്യം വരണമെന്നുള്ള നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഏത് പൊതു പരിപാടികൾ എടുത്തു നോക്കിയാലും രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ആയിക്കോട്ടെ, ഏതെങ്കിലും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പരിപാടികളായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഭിന്നശേഷിക്കാരായ ആളുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പം സംസാര പരിമിതി നേരിടുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത്തരം വേദികൾ അവർക്ക് പ്രാപ്യമാകുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മളുടെ മുമ്പിലുണ്ട്.
അപ്പൊ ആ രീതിയിൽ എല്ലാ മേഖലയിലും ഭിന്നശേഷിക്കാരെ കൃത്യമായിട്ട് പരിഗണിക്കപ്പെടുക എന്നുള്ള വാക്ക് പോലും രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിനിധാനം ചെയ്യപ്പെടുന്നതിനുള്ള തുല്യ അവസരങ്ങൾ ഉണ്ടാവുക വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള ശരി. അപ്പൊ ആ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മളുടെ എല്ലാ സംവിധാനങ്ങളും, ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥ സംവിധാനവും സാമൂഹ്യ രാഷ്ട്രീയ കൂട്ടായ്മകളും കല, സിനിമ, നമ്മുടെ സാഹിത്യം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളും എങ്ങനെയാണ് ഭിന്നശേഷിയുള്ള ആളുകളെ ഉൾച്ചേർക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ നിയമവും അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെക്കുന്ന അവകാശ പ്രഖ്യാപനവും ഒക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ശരിയായിട്ടുള്ള ഇൻക്ലൂഷൻ സാധ്യമാവുകയുള്ളൂ. നമ്മൾക്ക് അവിടെ മാത്രമേ വ്യക്തികൾ എന്നുള്ള രീതിയിൽ, തുല്യ അവകാശമുള്ള തുല്യ അവസരങ്ങളുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിലും ഭിന്നശേഷിക്കാർക്ക് അവരെ തന്നെ അടയാളപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ശ്രീ രാമദാസ് വളരെ നല്ല ചില നിരീക്ഷണങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അതിലെ ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ശരി എന്ന മലയാള വാക്കിനേക്കാൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ഇപ്പോൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും മുമ്പൊരിക്കലും ഞാൻ ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ തന്നെ ഒരു പരിപാടി കുറച്ച് മുമ്പെയാണ്, ഇപ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, ഒരു പരിപാടിയിൽ അതിൻ്റെ ബാനറിൽ ഞങ്ങളും ഒപ്പമുണ്ട് എന്ന ഒരു ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളെ വിളിച്ച് പറഞ്ഞു, നേരെ പോയി കണ്ട് സംസാരിച്ചു പറഞ്ഞു, ഇത് വല്ലാത്ത ഒരു വാക്കാണ്, അതിന് വല്ലാത്ത രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിഭാഗം വേറെ ഉണ്ടാകുന്നു, അത് വളരെ ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളെല്ലാം തികഞ്ഞ വേറെ കുറച്ചാളുണ്ടാവുകയും ഒപ്പമുണ്ട് എന്ന് പറയുന്നവർ എല്ലാം മറ്റൊരു വിഭാഗമായി തീരുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ വിച്ഛേദം അവിടെ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നും അതിൽ രാഷ്ട്രീയമായ ശരികേടുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. പിന്നീട് കുറെ കൂടി വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, അടുത്ത തവണ ഞങ്ങളത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന്. ഇൻക്ലൂസീവ് സ്പോർട്സ് നടക്കും. ഇത്തവണത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, കഴിഞ്ഞ തവണ മുതൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇൻക്ലൂഷൻ വന്നു. അത് നമ്മൾ വലിയ രീതിയിൽ ആഘോഷിച്ചു. സർക്കാർ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായി പോലും അത് പറഞ്ഞു, ശരിയുമാണ്. പക്ഷെ ആ ഫയൽ ആദ്യം പോയപ്പോൾ അതിലൊരു വലിയ ഒരു ഏറ്റവും വലിയ കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കുറിച്ചത് സ്കൂൾ സ്പോർട്സിൻ്റെ ക്വാളിറ്റി അത് കുറയ്ക്കുമെന്നാണ്. എന്നിട്ട് തിരിച്ചയച്ച ഫയലാണ്. പിന്നീട് നിരന്തരമായി പല മേഖലയിൽ സാറിനെ പോലുള്ള ആ ഭാഗത്തുനിന്നും ഞങ്ങളെപ്പോലുള്ള ഈ ഭാഗത്തുനിന്നും ഒക്കെ വലിയ ഇടപെടൽ നടത്തിയ ശേഷമാണ് ആദ്യം അംഗീകരിക്കപ്പെട്ടത്. ഇത് പറഞ്ഞു വന്നത് ബ്യൂറോക്രസിയുടെ ഒക്കെ ഒരു ഒന്നാം ഘട്ട കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഒരുപാട് തിരുത്തലുകൾ ആവശ്യം വരുന്നു. എന്നാൽ ഷിബ മുന്താസ് പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം, പലപ്പോഴും നമ്മുടെ അർഹതയുള്ളവർ തന്നെ അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, കാരണം സമരങ്ങളിലൂടെ നേടിയെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ആരും സൂചിപ്പിച്ചു. തീർച്ചയായും അവിടെയാണ് ഭിന്നശേഷി മേഖലയിലുള്ള ആളുകളുടെ കൂട്ടായ്മകൾ കുറെ കൂടി പ്രസക്തമായി തീരുന്നതിൻ്റെ ആവശ്യമായി തീരുന്നത്. ഒട്ടേറെ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മുടെ അടുത്തുണ്ട്. ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പോലും അത്തരത്തിലുള്ള 25ഓളം കൂട്ടായ്മകളുടെ കൂടി നേതൃത്വത്തിലാണ്. അത്തരത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയുടെ പ്രതിനിധിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന മുരളീധരൻ വിശ്വനാഥ്. അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ പേര് NPRD എന്നാണ്, നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദ റൈറ്റ്സ് ഓഫ് ദ ഡിസേബിൾഡ് എന്നാണ്. ഭാഗ്യത്തിന് അല്ലെങ്കിൽ സന്തോഷം എനിക്കുള്ളത് റൈറ്റ്സ് ഓഫ് ദ ഡിസേബിൾഡ് എന്നൊരു സംഘടനയാണ് എന്നുള്ളതാണ്. പലപ്പോഴും ഞങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനുള്ള സംഘടന എന്ന രീതിയിലാണ് സംഘടന പോലും ഉണ്ടാക്കുക, എന്ന് പകരം അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നാഷണൽ പ്ലാറ്റ്ഫോം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തോട് സ്വകാര്യമായി ചോദിച്ചു, നിങ്ങളുടെ ഭിന്നശേഷിക്കാരല്ലാത്ത ആളുകളുണ്ട്, കാരണം വിസിബിളും ഇൻവിസിബിളുമായ ഒട്ടേറെ ഡിസബിലിറ്റികളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് എല്ലാവരും ഡിസബിൾഡ് തന്നെയാണ്, എന്നാൽ ഇന്റലക്ച്വൽ ഡിസേബിൾഡ് ആളുകളുടെ പേരൻസ് ആണ് അതിലുള്ളത്. അവിടെയും എൻ്റെ ഒരു കൺസേൺ ആയിരുന്നത്, കാരണം നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു ചലനപരമായ പ്രശ്നമുള്ള ഒരാൾക്ക് അയാളുടെ അവകാശത്തെക്കുറിച്ച് തിരിച്ചറിയാൻ പ്രയാസമില്ല, അല്ലെ കാഴ്ചയിലോ കേൾവിയിലോ പ്രശ്നമുള്ള ഒരാൾക്ക് ഒരു നിയമനിർമ്മാണത്തെ വായിക്കാനോ മനസ്സിലാക്കാനോ
അവകാശത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ മറ്റു തടസ്സമില്ല. പക്ഷേ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ കുറിച്ച് പോലും അവർ അജ്ഞരാണ് എന്നുള്ളതാണ്. അതതിന് തിരിച്ചറിയാനുള്ള കഴിവില്ല, അതിനുവേണ്ടി പറയാനുള്ള ശേഷിയുമില്ല. അപ്പോൾ തീർച്ചയായും അതിനുകൂടി ഏറ്റവും കൂടുതൽ ബാധ്യത സമൂഹത്തിൽ ഓരോരുത്തർക്കുമുണ്ട്. അത്തരത്തിൽ ആ ബാധ്യതകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ് സാർ നമ്മളോട് സംസാരിക്കുക. എന്താണ് സാർ ഈ അവകാശ പോരാട്ടങ്ങൾ നയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഇവിടെ തന്നെയുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെ അവരവരുടെ യഥാർത്ഥ അവരുടെ ഒഫീഷ്യൽ പൊസിഷനിൽ തന്നെ സംസാരിച്ചെന്ന് നമുക്കറിയാം. അവരവരുടെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് പലപ്പോഴും ഇത് ചോദിച്ചു വാങ്ങേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്ന സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? എന്താണ് നിങ്ങളുടെ കമന്റ്? മലയാളത്തിൽ സംസാരിക്കാൻ പരിമിതി ഉണ്ട് കേട്ടോ. മലയാളി ആണെങ്കിലും മലയാളിയല്ല, പുറത്താണ്. സോ ജസ്റ്റ് ഇന്റർസ്പേഴ്സ് വിത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം രണ്ടും അങ്ങോട്ടും കൂടെ പറഞ്ഞു. ഒന്ന് മാഡം പറഞ്ഞൊരു നല്ല കാര്യം ഇതെല്ലാം നേരിടാൻ വേണ്ടി, എല്ലാം കിട്ടാൻ വേണ്ടി സമരങ്ങൾ നടത്തണമെന്നാണ് what I got from the message that you conveyed. And I welcome that. കാരണം വെച്ചാൽ ഈ 95 നിയമം പറഞ്ഞാലും 2016 നിയമം പറഞ്ഞാലും ഇതെല്ലാ നിയമങ്ങളും വന്നതും സമരത്തിന് ശേഷമാണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഡിസേബിലിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇറ്റ് ഇസ് നോട്ട് ദ സെൻട്രൽ ലിസ്റ്റ്, കോൺകറന്റ് ലിസ്റ്റുമല്ല, സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. പക്ഷേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും ഇതിനെക്കുറിച്ച് ലെജിസ്ലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ ഫാക്ട്. കേന്ദ്രത്തിലും സമരങ്ങൾക്ക് ശേഷമാണ് ഇതിനെക്കുറിച്ച് നിയമത്തിൻ്റെ കൊണ്ടുവന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഓൺ ദ ബാക്കിംഗ് ഓഫ് എ ഇന്റർനാഷണൽ ഡിക്ലറേഷൻ, ഇന്റർനാഷണൽ ട്രീറ്റി ദാറ്റ് ഇന്ത്യ ഹാസ് സൈൻഡ്. 95 അതിന് മുമ്പ് വേറെ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 നിയമം കൊണ്ടുവരുമ്പോൾ 2007 UNCRPD, United Nations Convention of Rights of Persons with Disabilities. Because you have signed an international convention, ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് ഒരു നിയമം ഉണ്ടാക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എന്നിട്ടും 2007 UNCRPD സൈൻ ചെയ്തിട്ടും 2016 ഒരു ആക്ട് കൊണ്ടുവന്നത്. 95 നമുക്ക് ഡിസേബിലിറ്റി പോളിസിയെ കുറിച്ച് മാഡം പറഞ്ഞു, കേരളത്തിൽ പോളിസി ഉണ്ട്. പക്ഷെ സെൻട്രൽ ഗവൺമെൻറ്റിൽ പോളിസി വന്നപ്പോൾ 2006. 95 നിയമം പാസ്സാക്കി, പോളിസി ഇല്ലാണ്ട് നിയമം പാസ്സാക്കുകയാണ്. പുട്ടിൻ്റെ കാർഡ് ബിഫോർ ദി ഹോഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ. പോളിസി ഇല്ലാണ്ട് നിയമം പാസ്സാക്കി. എന്നിട്ട് നിയമം പാസ്സാക്കിയത് 11 വർഷത്തിന് ശേഷമാണ് യുവർ ബ്രിങ്ങിങ് എ പോളിസി. ഇപ്പോഴും 16 നിയമം പാസ്സാക്കിയിട്ടും ഇതുവരെ പോളിസി കൊണ്ടുവന്നിട്ടില്ല. പോളിസിയെക്കുറിച്ച് 2022 ഡ്രാഫ്റ്റ് കൊണ്ടുവന്നു, ചർച്ച നടത്തി. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ബിക്കം എ റിയാലിറ്റി. അതിന് കുറച്ച് ഇതൊക്കെ ചർച്ച വന്നതിന് ശേഷം അത് വാട്ട് ഐ വോണ്ട് ടു പോയിന്റ് ഔട്ട് ഇൻ ദിസ് ഒക്കേഷൻ ഈസ് ഫോർമർ ചീഫ് കമ്മീഷണർ പറഞ്ഞതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 15(1) and 16(2) prohibit grounds on which discrimination is prohibited. Prohibited on the grounds of caste, race, gender. Not disability is not mentioned in that. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നു. പക്ഷെ ആകെ കേന്ദ്ര സർക്കാർ, Indian government is not ready to, willing to actually amend that constitution. So your constitution itself recognizes that disability, people with disability can be discriminated. So 2016 നിയമമാണ് first anti-discriminatory legislation as far as disabled people are concerned കൊണ്ടുവന്നു. ആ നിയമത്തിൽ ഇത് അവതരിപ്പിച്ചപ്പോഴും അതിനുശേഷം ഞങ്ങളൊരു കാര്യം പറഞ്ഞത് സെക്ഷൻ 3 പറയുന്നത് a person with disability cannot be discriminated against. Subsection 3 പറഞ്ഞത് എന്താണ്? A person with disability can be discriminated against if it is to achieve a legitimate aim.
to achieve if it is a proportionate means to achieve an estimate. So, നിയമത്തിൽ തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആന്റി ഡിസ്ക്രിമിനേഷൻ ലെജിസ്ലേഷൻ, ഹൗ ക്യാൻ യു ആക്സെപ്റ്റ് ദാറ്റ് പ്രൊവിഷൻ? വാട്ട് ആർ ബി ദി റീസൺ? ദാറ്റ്സ് എ ഡിഫറെന്റ്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ആൻഡ് ആസ് ഇംപ്ലിമെന്റേഷൻ ഇസ് കൺസിഡർഡ്, ഐ തിങ്ക് മെയിൻ ഡിസ്കഷൻ അതിനെക്കുറിച്ച് അതിലുണ്ട്. പോവർട്ടി എലിവേഷൻ സ്കീംസിനെ കുറിച്ച് അതിനകത്ത് പറയുന്നത് പ്രൊവിഷൻസ് 25% additional allocations to poverty alleviation scheme targeting disabled people. ഏത് സർക്കാരാണ് കൊണ്ടുവന്നേക്കുന്നത് ഇവരുടെ poverty alleviation schemes, including Kerala? Though we say it is a disabled friendly state and disabled friendly government that we are, still. So ആ 25% ഒരു സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ തന്നെ 2012 ശേഷം പെൻഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസേബിലിറ്റി പെൻഷൻ 300 രൂപ, ജസ്റ്റ് 300 rupees, അത് ഇതുവരെ 14 വർഷമായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. ഒരു പൈസ പോലും കൊടുക്കും. അതിൻ്റെ കവറേജ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസേബിലിറ്റി പെൻഷൻ കിട്ടണമെങ്കിൽ യു ഷുഡ് ബി 80% ഡിസേബിൾ, ബി ഫ്രം BPL ഫാമിലി കാറ്റഗറി. ഇങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്, ക്രൈറ്റീരിയ ഫോർ ദാറ്റ്. ആ ക്രൈറ്റീരിയ വെച്ച് നോക്കിയിട്ട് കിട്ടുന്ന ശതമാനത്തിൽ എത്രയാണ് കിട്ടുന്നത്? ഓൺലി 3.84%. 3.84% of the disabled population identified by the 2011 census. 2011 സെൻസസ് പ്രകാരം ഒരു സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റിൽ 3% ആൾക്കാർക്ക് കൊടുക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ. സച്ച് ഈസ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നിയമം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ടേസ്റ്റ് ഓഫ് പുഡിംഗ് ലൈസ് പുഡിംഗ് ആക്ടിലൊക്കെ. സോ ദർ വേരിയസ് അതർ പ്രൊവിഷൻസ് ആക്ച്വലി. വൺ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സെഗ്രിഗേഷൻ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇപ്പോഴും വേറെ സ്കൂൾസിലാണ് പഠിപ്പിക്കുന്നത്. പല സ്കൂൾസിലും, ബഡ് സ്കൂൾസ് ആയാലും വേറെ സ്പെഷ്യൽ സ്കൂൾസ് ആയാലും ഇങ്ങനത്തെ സ്കൂളുകളാണ് പഠിക്കുന്നത്. ഇൻറ്റിഗ്രേഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത്. ഈസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഹാപ്പനിങ്? വൺ. സെക്കൻഡ് തിങ്, അതേ നിയമത്തിന് പറയുന്നുണ്ട് അസിസ്റ്റീവ് ഡിവൈസസ് പ്രൊവൈഡ് ചെയ്യണം, വേറെ ബ്രെയിൽ ടെക്സ്റ്റ് ബുക്സ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എവിടെയാണ് കൊടുക്കുന്നത്? അതേ നിയമത്തിൽ പറയുന്നുണ്ട് ഇൻ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ സർവേ ഷുഡ് ബി കണ്ടക്ടഡ് എവറി 5 years ടു ഡിറ്റക്ട് ഡിസബിലിറ്റി. പലതും കുറേ കാലത്തിന് ശേഷം കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് സർവേ ഷുഡ് ബി കണ്ടക്ടഡ് വിത്തിൻ 2 years ദ ആക്ട് കമ്മിങ് ടു ഫോഴ്സ്. എത്ര വർഷമായി? 10 വർഷമാണ്. ഇതുവരെയും ഒരു സ്കൂളിലും ഒരു രാജ്യത്തും ഒരു സ്റ്റേറ്റിലും സർവേ നടത്തിയിട്ടില്ല. എംപ്ലോയ്മെൻറ്റ് 3% 4% എംപ്ലോയ്മെൻ്റ് ആയി. അതേ എന്നിട്ട് എവിടെ 4% കാഡർ സ്ട്രെങ്ത്തിലാണ് പറയുന്നത്. 4% ഓഫ് ഐഡൻറ്റിഫൈഡ് പോസ്റ്റ്. നിയമം ഐഡൻറ്റിഫൈഡ് പോസ്റ്റ് പറയുന്നത് ഐഡൻറ്റിഫൈഡ് പോസ്റ്റിൽ അപ്പോയിൻറ്റ് ചെയ്തു. പക്ഷേ കാഡർ സ്ട്രെങ്ത്തിൽ വേണമെന്ന് അത് കാഡർ സ്ട്രെങ്ത്തിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടോ? 4% എവിടെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്? നോ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് വൺ. സെക്കൻഡ് തിങ്, എക്സംഷൻ ക്ലോസ്. ഈ എക്സംഷൻ ക്ലോസ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞാൽ ദിസ് ഈസ് എ റോങ് തിങ്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളും ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിസേബിളിൻ്റെ കേട്ടില്ല. ദർ ഈസ് എ എക്സംഷൻ ക്ലോസ്. നമുക്ക് പോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ പല ആൾക്കാരും ദിസ് പോസ്റ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ, ദിസ് പോസ്റ്റ് ഇസ് നോട്ട് സ്യൂട്ടബിൾ. വി ഹാവ് ഗോട്ട് എ കേസ് വിത്ത് സുപ്രീം കോർട്ടിൽ കേസ് ബിക്കോസ് IPS വേറെ സെൻട്രൽ സർവീസ് ഫോഴ്സസിന് ഡിസേബിളിനെ മാറ്റി നിർത്തിയത്. വി സേ പോയിന്റ് റീസണബിൾ അക്കോമഡേഷൻ. എല്ലാ പോസ്റ്റും പറ്റില്ല. വി നോട്ട് സേയിങ് ഓൾ പോസ്റ്റ് എവരിബഡി ക്യാൻ വർക്ക്. You can't ask a blind person to be a pilot in aircraft. Understood. But there are posts in which disabled people can work. There are cadres in which disabled people can work. Each post will granting governments and departments a blanket this thing to exempt post. അത് ഉപയോഗിച്ചിട്ട് പല പോസ്റ്റുകളും ഡിസേബിൾഡ് ആൾക്കാരെ കിട്ടുന്ന പോസ്റ്റ് അർഹതകൾ റീസണബിൾ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ പല സാധനങ്ങളും മാറ്റി നിർത്തിയിരിക്കും. ഇങ്ങനത്തെ പല many more issues that are there as far as the law is concerned. And also ഈ 1995 ആക്ടും ഈ ആക്ടും തമ്മിൽ ഒരു വലിയ വ്യത്യാസം ഞാൻ കാണുന്നത് വേറെ പറഞ്ഞത് ഇറ്റ് ഈസ് എ റൈറ്റ് ബേസ്ഡ് പെർസ്പെക്റ്റീവ് കറക്റ്റ്. ബട്ട് ദിസ് ആക്ട് ഹാസ് ഗോട്ട് പീനൽ പ്രൊവിഷൻസ്. ഇത്
വയലേറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇതിനായിട്ട് കേസ് ചെയ്യാം, ഫൈൻഡ് പ്രൊവിഷൻ ഉണ്ട്, ജയിലിൻ്റെ പ്രൊവിഷൻ, ഇങ്ങനെ പല പല പ്രൊവിഷൻസ് ആ നിയമത്തിലുള്ള. പക്ഷെ where have these penal provisions been acted upon? These are some questions that are there before that. ഞാൻ ഈ ഒരു 10 വർഷത്തോളമായി SSKയുടെ ഒരു ഉത്തരവാദിത്തത്തിൽ ഈ മേഖലയിൽ ഇടപെടാൻ തുടങ്ങി. ഇതിൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ള കാര്യം, സംതൃപ്തമായ ഒരു ഭിന്നശേഷി ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്തൃത്വത്തെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ സാമൂഹ്യ സംവിധാനത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്ന ഒരവസ്ഥ. ഇത്രയും നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടും അത് അവരുടെ കൂടുതൽ ഉള്ള പ്രതീക്ഷകൾ നടക്കാത്തത് കൊണ്ടാണ്, നിലവിലുള്ള നിയമങ്ങളും അവകാശങ്ങളും വേണ്ട രീതിയിൽ ലഭ്യമാകാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഭിന്നശേഷി കമ്മീഷൻ എന്ന് പറയുന്നത് ഒട്ടേറെ പരാതികൾ നേരിട്ട് കിട്ടുകയും കേൾക്കുകയും പരിഹാരം കാണുകയും ചെയ്യാനുള്ള ഒരു ഭരണഘടനാ പദവിയാണ്. ആ പദവിയിൽ ഇരുന്നപ്പോൾ സാറിൻ്റെ 5 വർഷം തോന്നുന്നില്ല, ഇരുന്നത് 3.5 വർഷം. ആ 3.5 വർഷത്തിനിടയിൽ ഇതിന് വ്യത്യസ്തമായി തൃപ്തികരമായി നന്ദി പറഞ്ഞ് സ്നേഹം പങ്കിട്ട് പോയ അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഇടപെടലുകളുണ്ടോ? എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന നിയമം നടപ്പാക്കുന്ന ഭാഗത്ത്? ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചത് നിയമങ്ങൾ ഉണ്ടെങ്കിലും പോളിസികൾ വേണ്ട രീതിയിൽ രൂപപ്പെടുന്നില്ല എന്നതാണ്. ഈ പോളിസി ഇല്ലായ്മയും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തടസ്സം നേരിടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സാറൊന്ന് വിശദീകരിച്ചതാണ്. ഒരു കുട്ടി ടോട്ടലി ബ്ലൈൻഡാണ്. അപ്പോൾ ഇദ്ദേഹം കേരള PSCയുടെ ഒരു മറ്റേ റേഡിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്കൽ ടെസ്റ്റ് പാസ്സായി, റാങ്കിൽ പേര് വന്നു. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 95 ആക്ട് പ്രകാരമുള്ള ഒരു സെലക്ഷനാണ്. അപ്പം ഇന്നത്തേതിനും ഫസ്റ്റ് കാറ്റഗറി ബ്ലൈൻഡ് തന്നെയാണ്. സംവരണത്തിൻ്റെ ആദ്യത്തെ കാറ്റഗറി ബ്ലൈൻഡ് തന്നെയാണ്. എല്ലാ കാറ്റഗറിക്കും സംവരണം ഇല്ല. അത് അതിൻ്റെ വേറൊരു കാര്യം. ഡിസ്ക്രിമിനേഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് വാങ്ങുന്നതാണ്. ആ കൂടി 4-5 കാറ്റഗറിക്ക് മാത്രമേ സംവരണമുള്ളൂ, ബാക്കി ആർക്കും സംവരണം ഇല്ല. അത് വേറൊരു കാര്യം. അപ്പോൾ അത് വലിയ ചർച്ചയ്ക്ക് സ്കോപ്പുള്ള കാര്യമാണ്. നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുകയും ഡിസ്ക്രിമിനേഷൻ ആക്ടിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് നിൽക്കട്ടെ. അപ്പോൾ ഈ കുട്ടി അവിടുന്ന് PSCന്ന് അഡ്വൈസ് കിട്ടി. തിരുവനന്തപുരം ജില്ലയാണ്. അഡ്വൈസ് കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ LD ക്ലർക്കായിട്ട് നിയമനം കിട്ടി. തിരുവനന്തപുരത്ത് സർക്കാർ വിമൻസ് കോളേജിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ വലിയ കോളേജുകളിൽ ഒന്നാണ് ഈ തിരുവനന്തപുരത്തെ വിമൻസ് കോളേജ് എന്ന് പറയുന്നത്. അവിടെ LD ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഈ ആൾ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ ലേഡിയാണ്. അവരുടെ കൂടെയുള്ള എല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട. PSC ടെസ്റ്റ് എഴുതി പാസ്സായി, ജോലി റാങ്കിൽ പേര് വന്നു, ഫസ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ബ്ലൈൻഡിന് ആദ്യം തന്നെ കൊടുക്കേണ്ടതാണ്. അതിനകത്ത് വന്ന് നിയമനം കൊടുത്ത് അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ തീരുമാനിച്ചു ജോയിൻ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അതുകൊണ്ട് ഗുണമില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം ഈ ചെറിയ പയ്യനാണ്, 10-25 വയസ്സേ വരുള്ളൂ. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു, എല്ലാവരും പോയി കണ്ടപ്പോൾ ഒരു ഡെഫിനറ്റ് ആൻസർ ഇല്ല. പലരും കോടതിയിൽ പോകണമെന്നാണ് അഭ്യർത്ഥിച്ചത്. കോടതി നമുക്കറിയാം, ജുഡിഷ്യറിക്കകത്ത് 31 വർഷം ഞാൻ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് കാലതാമസമാണ്. നീതിയായിട്ടൊക്കെ കാര്യം നടക്കുന്ന സംസ്ഥാനം തന്നെയാണ്, നമ്മൾ സംശയമൊന്നുമില്ല. എൻ്റെ അനുഭവത്തിലും എൻ്റെ അറിവിലും അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാലതാമസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശാപം. ഇന്ത്യൻ ജുഡിഷ്യറിയുടെ ശാപം എന്ന് ചോദിച്ചാൽ നീതി നിഷേധമല്ല, കാലതാമസം തന്നെയാണ് ശാപം. അപ്പം ഇയാൾ മിക്കവാറും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ ഫൈനാലിറ്റി വരുന്നത്. അപ്പോഴാണ് ആരോ പറഞ്ഞത് ഡിസബിലിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞിങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ നമ്മുടെ ഓഫീസിൽ കയറി വന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇത് ചോദിച്ചാൽ പറഞ്ഞു സാറേ. അപ്പോൾ ഞാൻ കടലാസ് വായിച്ച് നോക്കിയപ്പോൾ അഡ്വൈസ് ഉണ്ട്, അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അപ്പോൾ ഇയാൾ സർവീസിൽ ജോയിൻ ചെയ്യിപ്പിച്ചില്ല. 1 മാസം കടന്നിട്ട് വന്നില്ല. ഞാൻ അവിടെ തന്നെ PSC ഓഫീസിൽ വിളിച്ചു, ജില്ലാ PSC ഓഫീസറെ വിളിച്ചു. ഒരു ലേഡി ഓഫീസറാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ആദ്യം വളരെ സൗമ്യമായിട്ട് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് മറ്റേ സെൻട്രൽ ഓഫീസിലേക്ക്
തിരുവനന്തപുരത്ത് പട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഇതിൻ്റെ കേന്ദ്ര ഓഫീസ്, അവിടേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിൽ അവർ നോക്കിക്കോളും. ഇതാണ് സംസാരത്തിൻ്റെ രീതി. ഇനി ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ജില്ലാ ഓഫീസർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ലേ? ഇല്ല സാർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ PHC സെക്രട്ടറിയെ വിളിച്ചു. ഈ പറഞ്ഞ കേന്ദ്ര ഓഫീസ് സെക്രട്ടറിയെ തന്നെ കിട്ടി. ഞാൻ വിവരം ചോദിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തു. എൻ്റെ അടുത്ത നടപടി അത് ഞങ്ങൾ ബോർഡിലേക്ക് വെച്ചേക്കുകയാണ്, PHCയുടെ ബോർഡിലേക്ക് വെച്ചേക്കുകയാണ്. വിചാരിച്ച് നാളെ മറ്റു തീരുമാനമാകുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് 3-4 മാസം കഴിഞ്ഞാൽ എന്തെങ്കിലും തീരുമാനമാകുമോ. ഇനിയും 3-4 മാസം, ഞാൻ അപ്പുറത്തേക്ക് പോകുന്നതാണല്ലോ എൻ്റെ അർത്ഥം. 3-4 മാസം എന്ന് പറഞ്ഞ അർത്ഥം ഇനിയും അത് 5-6 7-8 അങ്ങനെ പോകും. അപ്പം ഞാൻ ചോദിച്ചു, PHC ബോർഡ് എന്ന് പറയുന്നത് അവിടെ ഉള്ള ആൾക്കാർക്ക് ഒരു ബോർഡല്ലേ, അവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പോരെ, സർക്കുലേറ്റ് ചെയ്തെടുത്താലും മതിയല്ലോ, എന്തെങ്കിലും ചെയ്യാമെന്നല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് അങ്ങനെയല്ല സാറേ, അത് ഇതിനകത്തെ കാര്യം എനിക്കറിയാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അറിയാത്തതുകൊണ്ടാണ്, അത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. ശരി, പാർലമെന്റ് കൂടുന്നതിനെക്കാട്ടി കുറച്ച് കട്ടിയാണോ എന്ന് ചോദിച്ചേ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഫോണെന്ന് വെച്ചതിന് ശേഷം ഞാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് വിളിച്ചു. അവിടെ ആരോ ടോപ്പ് ലെവലിലുള്ള ഏതോ ഒരു ഓഫീസർ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കീഴിലല്ലേ ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്, പ്രിൻസിപ്പൾ പിന്നെ മേളിലും ഡയറക്ടർ താഴെയല്ലല്ലോ, ഡയറക്ടർ താഴെയുള്ള ആളാണ് പ്രിൻസിപ്പൾ. അപ്പം ഡയറക്ടർ പറഞ്ഞാൽ മറ്റേ ആ മാഡം കേൾക്കേണ്ടതല്ലേ, പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അല്ല അവരത് അനുസരിക്കുന്നില്ല, അവരത് നിങ്ങൾ ഡയറക്ഷൻ കൊടുത്തിട്ട് അവരത് അനുസരിക്കുന്നില്ല. പിന്നെ അടുത്ത പരിപാടി അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഇന്നത്തേക്ക് ചെയ്തിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഇതൊക്കെ 5 മിനിറ്റ് കൊണ്ടാണ് ഞാൻ സെക്രട്ടേറിയറ്റ് വിളിച്ചു. അവിടെ ഒരു ജോയിന്റ് സെക്രട്ടറിയോ അങ്ങനെ ആരോ ഒരാൾ ഫോണെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അല്ല ഫയലുണ്ട്, എൻ്റെ സീറ്റ് തന്നെയാണ്, ഞാൻ സെക്രട്ടറിക്ക് സബ്മിറ്റ് ചെയ്തേക്കാണ്, നാളെ മറ്റോ ഓർഡർ വരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതില്ല, അതിന് സെക്രട്ടറിക്ക് സൗകര്യമായിട്ട് ഡിസ്കഷൻ എഴുതിയിട്ടൊക്കെയാണ്, സ്പീക്ക് എഴുതിയൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് കിട്ടാനായിട്ട് സമയമെടുക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് കോളേജിലേക്ക് വിളിച്ചു. നമ്മുടെ ഈ നിയമത്തിനകത്ത് 89ാമത്തെ വകുപ്പ് കിടപ്പുണ്ട്. ഇത് ഒരു കോമൺ പ്രൊവിഷനാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അതായത് ഈ റൈറ്റ് ബേസ്ഡ് ആക്ട് ആയതുകൊണ്ട് ഫോർ എവറി വയലേഷൻ ഇറ്റ് വിൽ ബി ആൻ ഓഫൻസ്. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് വയലേഷന് 10,000 rupees, റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 5 lakhs വരെ പോവാം. ഓണം അടുപ്പിച്ച സമയമെന്ന് എൻ്റെ ഓർമ്മ. ഇപ്പം ഞാൻ പറഞ്ഞ് ഇന്ത്യയിൽ ആരും അത് ഇൻവോക്ക് ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇപ്പം ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. ന്യൂസ് കോളേജിൻ്റെ പ്രിൻസിപ്പളിന് ഒരു 5 ലക്ഷം രൂപ ബമ്പർ പ്രൈസ് ഇപ്പോൾ വിടും. ഇത് ഞാൻ ഇപ്പം തന്നെ മീഡിയക്കാരെ വിളിച്ചിട്ട് അത് കൊടുക്കുകയും ചെയ്യുന്നു. 5 ലക്ഷം രൂപ പെനാൽറ്റി. എന്തിനാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്? ഈ കുട്ടിയുടെ ഡിസബിലിറ്റി റൈറ്റ് വയലേറ്റ് ചെയ്തേക്കുകയാണ്. അങ്ങനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ പിഴയുണ്ട്. കാരണം നിങ്ങളിപ്പോൾ 30 ദിവസം ആയല്ലോ. സോ ഇറ്റ് റിപ്പീറ്റഡ് ഫോർ ഓൺ എവറി ഡേ ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 5 ലക്ഷം രൂപ സുഖമായിട്ട് ഇടാം. നിങ്ങൾ അഗ്രീഡ് ആണെങ്കിൽ ഹൈക്കോടതിയിൽ പോയി അത് തിരുത്തി വാങ്ങിച്ചോളൂ, ഞാൻ ഇപ്പം ചെയ്തേക്കാന്ന് പറഞ്ഞപ്പം 1 സെക്കൻഡ് സംഭാഷണം നിന്നു. ഇവിടെ അവർ പറഞ്ഞു, സാറേ ആളവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് ഉടനെ വിടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആളെൻ്റെ അടുത്തുണ്ട്, എന്താണ്? ഞാൻ ഇപ്പം അങ്ങ് ജോയിൻ ചെയ്യിപ്പിച്ചേക്കാം. അപ്പോൾ പിന്നെ സാർ എനിക്ക് പിഴ എടുത്തില്ലല്ലോ. ഇതാണ് ആ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞേക്കുകയും ഞാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഉടനെ പോകാൻ പറഞ്ഞു. അപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയും കൂട്ടിയാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഓട്ടോ നിങ്ങൾ പെട്ടെന്ന് പിടിക്കുക, 5 മണി വരെയുള്ള സ്റ്റാഫുള്ളൂ, എത്രയും പെട്ടെന്ന് എത്തണം, ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്ത് തന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആയപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ട് തീരില്ല, 1 മാസം നടത്തി എൻ്റെ സർവീസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ശമ്പളവും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ മറ്റേ കാര്യം ചെയ്യുമെന്നുള്ള പറഞ്ഞപ്പോഴത്തേക്ക് അതും ശരിയായി. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ കിട്ടിയ ഒരു സംഗതി അതാണ്. പെട്ടെന്ന് അതായത് നമ്മളിപ്പം ഈ ഒഴിഞ്ഞ ചെയറിനകത്ത് കോഴിക്കോടുള്ള കുറച്ച് ഓഫീസർമാരൊക്കെ ഇരുന്നവർ. അപ്പം മാഡം ഓഫീസറാണ് എങ്കിലും നമ്മൾ ഒരു കാലത്ത് കൊണ്ടുവരുന്നതാണ്. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത ഒരാൾ എവിടെ പോയിട്ടും കാര്യമൊന്നുണ്ട് പറയാം. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവർക്കും ജഡ്ജിയായിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ പണ്ട് ജഗദീഷ് കുമാർ സിനിമ പറയുന്നു, പൊണ്ണത്തടിയന് എന്തിനുമുള്ള തെക്കേ പുരക്കിന് തൂണിനുമുള്ളതാണ്. അതല്ല ജീവിതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴത്തേക്ക് നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. അല്ലാത്ത ആളിന് IAS കിട്ടിയോണ്ട് കാര്യമൊന്നുമില്ല.
അല്ലാത്ത ആൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആകാൻ പറ്റിയില്ല, എൻ്റെ സീനിയോറിറ്റി പോയെന്ന് കരയുന്നെങ്കിൽ അവരുടെ കയ്യിരിപ്പ് ഇതായിരിക്കും. അതിന് ആർക്കും ആവശ്യമുള്ളത്? ആർക്കും ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലേ? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് ഞാൻ ഈ ആഴ്ച മനോരമയ്ക്കകത്തുള്ള എൻ്റെ കോളാണ്. അതായത് അവിടെ ചെന്നപ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ കാര്യമായി പറയുന്നത്, നമ്മുടെ ബോർഡർലൈൻ ഇന്റലിജൻസിൻ്റെ കാര്യം. അവിടെ ചെന്നപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇല്ല. അപ്പോൾ അവിടെ കളക്ടർ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു 1200 രൂപ വെച്ച് കുട്ടികളെ കൈ കിട്ടിക്കുക. എത്ര കുട്ടികൾക്ക് ഇതിന് കഴിയും? 1200 രൂപ വെച്ച് ഗവൺമെൻറ് അതിന് പിരിക്കുക, ഉദ്യോഗസ്ഥൻ പിരിക്കുകയാണെങ്കിൽ TRC റിസിപ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറയാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യാനായിട്ട്. ഡിസബിലിറ്റി ഉള്ള ഒരാളിൻ്റെ ഇഷ്യൂ വരുമ്പോൾ അത് അവരുടെ മാത്രം ഒരു ഹെഡേക്ക് കാണുന്ന കാഴ്ചപ്പാടാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓഫീസിൽ നിന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാവുന്ന മട്ടിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നത്? അങ്ങനെയല്ല. നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെ ഒരു ഇൻക്ലൂസീവ്, എല്ലാം ഇൻക്ലൂഷനാണ്. ആരെ മാറ്റി നിർത്തേണ്ട ആരെയാണ്? അപ്പം അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നമുക്ക് ആവശ്യം. പണ്ട് കോടതിയിൽ കുറേ കുട്ടികൾ, നമ്മൾ കോടതി ഇരുന്നപ്പോൾ അവിടെ കോടതി കാണാൻ കുറേ കുട്ടികൾ വന്നു. അവർ വന്നപ്പോഴത്തേക്ക് കാണിച്ചു കൊടുത്തു. കോടതിക്ക് ആ മുറിക്കകത്ത് കയറി അവരെ കണ്ടു, ഇവരെ കണ്ടു, സ്റ്റാഫിനെ കണ്ടു, വക്കീലന്മാരെ കണ്ടു, കേസ് റെക്കോർഡ് കണ്ടു, അങ്ങനെ കണ്ടു, ഇങ്ങനെ എല്ലാം കണ്ടു. അവർ പുറത്തിറങ്ങാൻ പോയപ്പോൾ ഒരാൾ പറയുന്നത് എന്നെ മാത്രം കണ്ടില്ല. നോക്കിപ്പാരാണ് പ്രതി. അയാൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനം മുഴുവൻ ഉണ്ടാക്കുന്നത്. കോടതി നിൽക്കുന്നതിന് വേണ്ടിയാ. പ്രതിയാണല്ലോ അവിടെ വിചാരണ നേരിടുന്നത് എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം അങ്ങനെയാണ്. അത് ആ ഒരു കാഴ്ചപ്പാട് മാറണം. എന്തിനാണ് ഈ സംവിധാനം നിൽക്കുന്നത്? നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നതന്നെ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന അതിൻ്റെ ആരംഭിക്കുന്ന സെന്റൻസ് തന്നെ അങ്ങനെയാണ്. ഇതെല്ലാം ജനത്തിന് വേണ്ടിയാണ്. ആ ജനം എന്ന് പറയുന്നതിൻ്റെ ഒരു എന്താ പറയുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളാണ്. അവർക്ക് വേണ്ടി ഈ സംവിധാനം നിലകൊള്ളണം. അവരെയാണ് നമ്മൾ താങ്ങി പിടിക്കേണ്ടത്, ചേർത്ത് പിടിക്കേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടത്തെ അതിൽ ഒരു കാര്യമില്ല ഇതിനകത്ത്. അല്ലേ? സാമൂഹ്യനീതി വകുപ്പ്, ഞാൻ അതുകൂടെ പറഞ്ഞേക്കാം. സാമൂഹ്യനീതി വകുപ്പ് നമ്മുടെ ഈ വ്യവസ്ഥിതിയിൽ നോക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രാധാന്യമുള്ള വകുപ്പല്ല. ആഭ്യന്തര വകുപ്പ് ആണ് പെട്ടെന്ന് ഒരു ഗവൺമെന്റിനെ താറുമാറാക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് മാത്രം വിചാരിച്ചാൽ മതി. ഇതല്ല. പക്ഷേ ഒരു ഗവൺമെന്റ് പോയതിനു ശേഷം വിലയിരുത്തുമ്പോൾ ഒന്നാമത്തെ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പാണ്. അവിടെ സാമൂഹ്യനീതി എങ്ങനെ നടന്നു എന്ന് നോക്കുമ്പോഴാണ് ആ സർക്കാർ എങ്ങനെയായിരുന്നു നമ്മൾ വിലയിരുത്തുന്നത്. നിങ്ങൾ എല്ലാവരും നോക്കിക്കോളും. അല്ല എത്ര വെടിവെപ്പ് എന്നുള്ളതല്ല നമുക്ക് ആവശ്യം. നമുക്ക് എത്ര ക്ഷേമകാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, അതാണ് ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതിന് അർത്ഥമുണ്ട്. ഒരുപാട് ആഴമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. ഇത് വെറും വാക്കുകൾ പറയും തീർക്കേണ്ടതല്ല. അപ്പം ഒരു വ്യക്തിഗത നിലയ്ക്ക് ഇതിന് വരുന്നതിന് മുമ്പേ എൻ്റെ ഒരു സബ്ജക്റ്റ് ഈ ഡിസബിലിറ്റി തന്നെയായിരുന്നു. സാധാരണ ഒരാൾ അനുഭവിക്കുന്ന ലക്ഷറി ഇല്ലാണ്ട് പോയ ജീവിതമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നൊരു കണക്കുമാണ്. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് കൂട്ടുകാരൻ ഞാൻ മനഃപൂർവ്വം ഒരാൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഇത് തന്നെയായിരിക്കും. അങ്ങനെയായിരുന്നു എല്ലാ കാലത്തും. അങ്ങനെ മനസ്സ് സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കുറേ നന്മ അതിനകത്ത് നമുക്ക് കിട്ടും എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഏറ്റവും നന്നായി നിർവചിക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം എന്നുള്ള ചോദ്യത്തിന് സുനിൽ പേടയൊക്കെ പറയുന്നൊരു മറുപടി ഉണ്ട്. നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി ഓടിത്തോറ്റ കുറേ മനുഷ്യർ കൂടി ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് ജനാധിപത്യം. ഒരാൾ ജയിക്കണമെങ്കിൽ തോൽക്കാൻ ആളുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ഈ തോറ്റവരെ കുറിച്ച് കൂടിയുള്ള ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ജനാധിപത്യപരമായി വളർന്നു എന്ന് അവകാശപ്പെടുകയോ വിചാരിക്കുകയോ ചെയ്യുകയും നമ്മുടെ ഏത് തരത്തിലുള്ള മൈനോറിറ്റികളെയും ദുർബല വിഭാഗങ്ങളെയും ഏറ്റവും ന്യൂനപക്ഷങ്ങളെയും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും വലിയ ദുരന്തമായി തീരുന്നത്. ജൂഡി ഹ്യൂമൻ എന്നത് നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ പരിചയമുള്ള പേരായിരിക്കും. ജൂഡി ഹ്യൂമൻ അമേരിക്കൻ ഡിസബിലിറ്റി ആക്ട് തന്നെ ഉണ്ടാവാൻ കാരണക്കാരിയായി തീർന്ന ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ തലപ്പത്തിരുന്ന ആളാണ്. അതുകൊണ്ടാണ് അവരെ മദർ ഓഫ്
ഡിസബിലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത്, റൈറ്റ്സിന് വേണ്ടിയുള്ള സമരങ്ങളുടെ മാതാവ് എന്ന് അവർ അറിയപ്പെടുന്നത്. കാരണം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അത് നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് പേർ ഡിസേബിൾഡ് ആയി തീർന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് അമേരിക്കയിൽ ആ മൂവ്മെന്റ് തന്നെ ഉണ്ടാകുന്നത്. അപ്പം അതിന് നേതൃത്വം കൊടുക്കുകയും അത് വലിയ രീതിയിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും അമേരിക്കൻ ഡിസബിലിറ്റി ആക്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ ആ ലോകം മുഴുവൻ ആദരിക്കുകയും 2 വർഷം മുമ്പ് അവർ മരിച്ചുപോയി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകളിലൊന്ന്, ഞാൻ എത്രയോ ഇടത്ത് കോട്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണത്. അവർ പറയുന്നത്, ഞാൻ ഒരു വീൽചെയർ ജീവിതമാണ് എൻ്റേത് എന്നതല്ല എൻ്റെ യഥാർത്ഥ പ്രശ്നം. അതവർ അംഗീകരിക്കുന്നു. കാരണം ഓരോ മനുഷ്യരുടെയും ജന്മം കൊണ്ട് അവർക്ക് ഒരുപാട് സവിശേഷതകളോ പരിമിതികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അവർ പറയുന്നത്, ഞാനൊരു വീൽചെയർ ജീവിതത്തിലാണുള്ളത് എന്നതല്ല എൻ്റെ യഥാർത്ഥ പ്രശ്നം, മറിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ലോകത്തെ നിങ്ങൾ ക്രമീകരിക്കുന്നില്ല എന്നതാണ് എൻ്റെ ജീവിതത്തെ ദുരന്തപൂർണമാക്കുന്നത് എന്ന് ജൂഡി റൂൾസ് പറയുന്നു. അത് ഒരു വല്ലാത്ത വാചകമാണ്. ഇവിടെയാണ് നമ്മുടെ ഈ ചർച്ചകളൊക്കെ ചെന്നെത്തേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകം നമ്മൾ ക്രമീകരിച്ചപ്പോൾ, ലോകം നമ്മൾ സൃഷ്ടിച്ചപ്പോൾ, ലോകം നമ്മൾ സംവിധാനം ചെയ്തപ്പോൾ നമ്മൾ ഈ ന്യൂനപക്ഷങ്ങളെ, അത് ഏത് തരത്തിലുള്ള ന്യൂനപക്ഷമായാലും അതിലേറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും ജീവിത പ്രയാസം അനുഭവിക്കുന്നവർ ഭിന്നശേഷി ജീവിതം നയിക്കുന്നവരാണ് എന്നതുകൊണ്ട് ഇന്നിനി അവരെ ന്യൂനപക്ഷം എന്ന് വിളിക്കാമോ എന്നതുപോലും പ്രശ്നമാണ്. കാരണം അതൊരു ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒക്കെ സംഖ്യ കടക്കുകയാണ്. 10%, 12%, 15% ടോട്ടൽ പോപ്പുലേഷനിലേക്കൊക്കെ വരുന്നു എന്നത്, ആ സ്പെക്ട്രം വലുതായി വരുന്നതിൻ്റെ അപകടകരമായ അല്ലെങ്കിൽ വളരെ കണ്ണുതുറപ്പിക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ രീതിയിലേക്ക് നമുക്കിത് മുന്നോട്ട് വരേണ്ടതുണ്ട്. പക്ഷേ ലോകം ക്രമീകരിക്കുന്നത് നമ്മൾക്ക് എന്താണ് ഇപ്പോഴും ജനാധിപത്യത്തിൻ്റെ ഈ വളർച്ചയിൽ നമുക്ക് ഈ പരാജയം സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇനി നമ്മുടെ പോളിസികളിലൂടെയും നിയമങ്ങളിലെന്ന് ഞാൻ പറയില്ല, നിയമങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട്, ഇനി അത് പോളിസിയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലുമാണ് നമുക്ക് ശ്രദ്ധ കൊടുക്കാനുള്ളത്. അതിൽ ഏതൊക്കെ ഭാഗങ്ങളെ ഇപ്പം ഞാൻ പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ എൻജിനീയർ എത്രയാൾക്ക് ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി എൻജിനീയർ എന്താണ് എന്നറിയാം. ഡോക്ടർമാർ നേരത്തെ നിങ്ങൾ പറഞ്ഞു, മനുഷ്യർ എന്ന രീതിയിൽ വലുതായില്ലെങ്കിൽ എന്തും നല്ല ഡോക്ടറായിട്ട് എന്താണെന്ന്. കാരണം അയാൾക്ക് അല്ലെങ്കിൽ അവരുടെ ഡോക്ടർക്ക് ആ തിരിച്ചറിവില്ലാതെ ഇപ്പോഴും അതിന് വലിയ ചൂഷണ സാധ്യതയായി മെഡിക്കേഷൻ നടത്തി ചികിത്സിച്ച് മാറ്റാമെന്ന് മോഹിപ്പിച്ച് വലിയ സാമ്പത്തികം അടിച്ചു മാറ്റുന്ന ഡോക്ടർമാരല്ല. എത്ര മാധ്യമ പ്രവർത്തകർക്ക്, എത്ര നിയമവിദഗ്ധർക്ക്, വക്കീലന്മാർക്ക്, എത്ര പത്രപ്രവർത്തകർക്ക് ഇതിനെക്കുറിച്ചറിയാം. ഇങ്ങനെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു സോഷ്യൽ സെൻസിറ്റൈസേഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുക? അങ്ങനെ ഒരു സോഷ്യൽ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്നതിൽ സാമൂഹ്യനീതി വകുപ്പിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെറും 1-2 ദിനാചരണങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് ഒരു സാമൂഹ്യ വിപ്ലവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള വളരെ വളരെ പ്രാക്ടിക്കലായ ചില ആശയങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം ആലോചനകളുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ നിരന്തരം വരുന്നത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പൊതുസ്ഥലത്ത് നമ്മൾ ഈ ഒരു വിഷയം ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇത്തരം കാര്യങ്ങളെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും നാള് ഈ ഒരു വകുപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലും സമൂഹത്തിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ സാമൂഹ്യ സ്ഥാപനങ്ങളൊന്നും അത്ര സൗഹൃദപരമല്ല എന്നുള്ളതാണ്. അത് നമ്മുടെ കുടുംബം മുതൽ, ഇപ്പോൾ ഫാമിലി ആണല്ലോ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ദുർബലരായിട്ടുള്ള മനുഷ്യരോട് അത്ര നല്ല സമീപനമൊന്നുമല്ല പൊതുവെ പുലർത്തി വരുന്നത്. അപ്പോൾ നമ്മുടെ സെൻസിറ്റൈസേഷൻ എന്നുള്ളത് നമ്മളുടെ ബേസിക് യൂണിറ്റ് ആയ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന കുടുംബം മുതൽ
നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ നമ്മളുടെ സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം കഴിഞ്ഞ നമ്മുടെ വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ നമ്മളൊരു സംഗമം നടത്തുകയുണ്ടായി. അപ്പം അതിനകത്ത് ഭിന്നശേഷിയുള്ള സ്ത്രീകളുടെ ഒരു സംഘമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അതിജീവന പ്രശ്നമായിരുന്നു നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സമൂഹത്തിൽ സ്ത്രീകളായിട്ട് ജീവിക്കുക, ഒരു സാമൂഹ്യ ജീവിതവും കൂടെയുള്ള സ്ത്രീയായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമൂഹ്യ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ആയിരിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ ദുഷ്കരമായിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ അത്തരം സ്ത്രീകളെ സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവും ഒക്കെ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അപ്പം അതിനകത്ത് അവർ പങ്കുവച്ചിട്ടുള്ള കാര്യം, സാമൂഹ്യ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഒരു സംവിധാനത്തിനെ അവർ സമീപിക്കുന്ന സമയത്ത് തികച്ചും നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് അവർക്കുണ്ടാവുന്നത് എന്നുള്ളതാണ്. മറിച്ച് ചില വ്യക്തികൾ അവരെ വല്ലാതെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ചില അനുഭവങ്ങളായിരുന്നു അവർക്ക് പങ്കുവെക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം കുടുംബത്തിൻ്റെ കാര്യം ഞാൻ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ കീഴിൽ നമുക്ക് ലോക്കൽ ലെവൽ കമ്മിറ്റികളുണ്ട്. ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് രക്ഷാകർതൃത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പം അവിടെ വരുന്ന സമയത്ത് 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് രക്ഷാകർതൃത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രോസസ്സാണ് ലോക്കൽ ലെവൽ കമ്മിറ്റിയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരു 90% കുടുംബങ്ങളും അത്ര പുരോഗമനപരമായിട്ടുള്ള രീതി, അല്ലെങ്കിൽ അത്ര ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി, അത്ര സ്വീകാര്യമായിട്ടുള്ള രീതിയിലല്ല ഭിന്നശേഷിയുള്ള ആളുകളെ കാണുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളവിടെ വന്നിട്ട് അവരെ ഭിന്നശേഷിയുള്ള ആളുകളുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മളൊരു ബോധവൽക്കരണം ഓരോ കുടുംബത്തിലും കൊടുക്കേണ്ട അവസ്ഥ സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പം എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണന അവിടെ വരുന്നത് അവരുടെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ സ്വത്തിൻ്റെ അവകാശം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് തുല്യമായി പോകുന്ന സമയത്ത് അവരെ നോക്കാനുള്ള ഉത്തരവാദിത്തം വന്നു ചേരുമ്പം അത് മുഴുവനായിട്ടും നമ്മൾക്ക് തന്നെ കിട്ടേണ്ടതല്ലേ എന്നുള്ള ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ചിന്ത വെച്ച് പുലർത്തുന്ന ഒരുപാട് ആളുകളെ കാണാനിടയായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആരും അതിശയോക്തിപരമായിട്ട് കാണേണ്ട കാര്യമില്ല, നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് സാറ് കിമാഷി ചോദിച്ചിട്ടുള്ള സെൻസിറ്റൈസേഷൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വെൽഫെയർ സ്കീംസ് നടപ്പിലാക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനം സെൻസിറ്റൈസേഷൻ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സെൻസിറ്റൈസേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അത് പറയുന്ന സമയത്ത് ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ കുറേ ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പടി കൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അഡ്വക്കസി എന്നുള്ള ഒരു വാക്ക് നമുക്കുണ്ട്. അപ്പം സെൻസിറ്റൈസേഷനും അഡ്വക്കസിയും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളുടെ തൊട്ടടുത്തുള്ള ആൾക്കും നമ്മളുടെ പോലെ തന്നെയുള്ള അവകാശങ്ങളുണ്ട് എന്നുള്ള ജനാധിപത്യ ബോധം, ഇപ്പം മാഷ് പറഞ്ഞു വെച്ചിട്ടുള്ള ആ ജനാധിപത്യ ബോധം കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നത് നമ്മളെല്ലാവരും ഭിന്നശേഷിയുള്ള ആളുകളുടെ അഡ്വക്കേറ്റ്സ് കൂടി ആവുമ്പോഴാണ്. സെൻസിറ്റൈസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ ഭിന്നശേഷിയുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള സാമൂഹ്യപരവും ജനാധിപത്യപരവുമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ സ്വയം ഏറ്റെടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു എന്ത് സമൂഹം എന്നാണ് അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പം പ്രബുദ്ധമായിട്ടുള്ള സമൂഹം എന്ന് പറയണോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള സമൂഹം എന്ന് പറയണോ, അതോ സൗഹൃദപരമായിട്ടുള്ള സമൂഹം എന്ന് പറയണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ആകെത്തുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും, ഇപ്പം മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മൾ മനുഷ്യരായിട്ട് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശങ്ങൾ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് വന്നു ചേരേണ്ടതാണ് എന്നും അത് എനിക്കും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ സഹചരായിട്ടുള്ള എല്ലാ ആളുകൾക്കും കുറച്ചും കൂടെ വിശാലമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പം ബഷീറൊക്കെ
പറഞ്ഞിട്ടുള്ള ഒരു വിശ്വമാനവ സങ്കല്പം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ വിശ്വമാനവ സങ്കല്പത്തിന്റെ കൂടെ തന്നെ എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ കൊണ്ടും കൊടുത്തും ഒക്കെ ജീവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമൂഹ സൃഷ്ടിയുടെ ഭാഗമായിട്ട് കൂടി നമ്മളെ തന്നെ അടയാളപ്പെടുത്തി വെക്കുകയും കൂടെ ചെയ്യേണ്ട ഒരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ട് വർദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, നേരത്തെ നമ്മൾ ഇൻക്ലൂഷനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മളുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് രണ്ട് രീതിയിലാണ് നമ്മളുടെ ആസൂത്രണ പ്രക്രിയയും അതേപോലെ തന്നെ നമ്മളുടെ പദ്ധതി നിർവഹണങ്ങളൊക്കെ വരുന്നത്. ഒന്ന് നമ്മുടെ സംസ്ഥാന വകുപ്പുകൾ വഴിയാണ്, അപ്പം വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയാണ്, ഒന്നും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. ഇപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എടുത്തു നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാനിങ് എടുക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈഡ് ലൈൻസിൽ നമ്മളുടെ വികസന ഫണ്ടിൻ്റെ 5% നിർബന്ധമായിട്ടും ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിൽ നീക്കി വെക്കണം എന്നുള്ളത്. നമ്മളിപ്പോൾ സാധാരണ ചെയ്തു വരുന്നത് നമ്മളുടെ മൊത്തം വികസന ഫണ്ടിൻ്റെ 5% കണക്കാക്കിയിട്ട് നമ്മൾ ആ 5% അങ്ങ് ഒതുക്കി അവിടെ വെക്കും. പക്ഷെ 5% നിർബന്ധമായിട്ടും വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എത്ര കണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ഒരു ഭിന്നശേഷി മേഖലയിൽ നമ്മൾ ചെലവഴിക്കേണ്ട തുക മുഴുവനായിട്ടും സാമൂഹ്യനീതി വകുപ്പ് വഴിയോ ഇംപ്ലിമെൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതി ആ രീതിയിലായിരിക്കും പോകുക. പക്ഷേ ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ എന്താ പറയേണ്ട ഒരു ടൂറിസം മേഖലയിലുള്ള ഒരു പ്രോജക്റ്റ് എടുക്കാൻ വിചാരിക്കും. ഇപ്പോൾ ടൂറിസം മേഖലയിലുള്ള പ്രോജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് മനസ്സിലാക്കുന്നത്, വിനോദ സഞ്ചാര മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഗതി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ അതിനകത്ത് ഭിന്നശേഷിക്കാരെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ആലോചിക്കാറില്ല. അപ്പൊ അത്തരത്തിൽ ഇപ്പം കൃഷി ഒരു മേഖലയാണ് നമ്മളുടെ. അപ്പൊ ഈ കൃഷി മേഖലയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് കൃഷി മേഖലയിലുള്ള പദ്ധതികളിൽ നമ്മൾ ഭിന്നശേഷിക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അവിടത്തേക്ക് എങ്ങനെയാണ് നമ്മൾ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? രണ്ട് രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന വിഭാഗം എന്നുള്ള രീതിയിലും അതിൻ്റെ ആസൂത്രണ പ്രക്രിയയിൽ റോള് വഹിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വികസന മേഖലയിൽ സാധാരണഗതിയിൽ മനുഷ്യ വിഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ഏറ്റവും വിലമതിക്കാനാവാത്ത മനുഷ്യ വിഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു വിഭാഗം ആളുകൾ നമ്മളുടെ സാമ്പത്തിക വികസന മേഖലയിൽ എങ്ങനെയാണ് പങ്കാളികളാകുന്നത്, അവരുടെ കഴിവ്, അവരുടെ പ്രാപ്തി നമ്മളുടെ സാമ്പത്തിക വികസന രംഗത്ത് ഉപയോഗിക്കപ്പെടാതെ പോവുക അല്ലേ എന്നുള്ള ഒരു ചിന്ത സാധാരണഗതിയിൽ നമുക്ക് വരാറില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വിഭവം, മനുഷ്യ വിഭവം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഭിന്നശേഷിയുള്ള ആളുകളെ നമ്മളുടെ ആസൂത്രണ പ്രക്രിയയിലും നമ്മളുടെ നിർവഹണ പ്രക്രിയയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം പല രീതിയിൽ നമുക്ക് ഈ വിഷയത്തിനെ ചിന്തിക്കാം, അല്ലെങ്കിൽ വിഷയത്തെ കുറിച്ച് ആലോചിക്കാം. ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ തന്നെ ആലോചിക്കുകയും നടപടികൾ എടുക്കുകയും ഭിന്നശേഷിയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും നമ്മളുടെ സമൂഹ സൃഷ്ടിയുടെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള പങ്കാളികളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും കൂടെ ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 കാര്യങ്ങളിൽ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊന്ന് ഷെയ്ഖ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. ഒന്ന്, കുടുംബത്തിനകത്തൊക്കെ കുറെ കൂടി പരിഗണിക്കപ്പെടേണ്ട, അംഗീകരിക്കപ്പെടേണ്ട അവസ്ഥ ഇനിയും വരാനുണ്ട് എന്ന്, അല്ലെങ്കിൽ ആ തരത്തിൽ കാണുന്ന കുറേയെങ്കിലും ആളുകൾ, അതൊരു മൊത്തത്തിലുള്ള പ്രസ്താവനയല്ലെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ അല്ലാത്ത ഒരുപാട് ആളുകൾ അവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന പ്രസ്താവനയായിട്ടല്ല അത് കാണുന്നത്, മറിച്ച് കുറച്ച് പേരെങ്കിലും അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കാണാം. രണ്ടാമത്തത്, അങ്ങനെ കാണുന്നതിൻ്റെ മറ്റൊരു ഓപ്പോസിറ്റ് സൈഡ് അമിതമായ സ്നേഹം കൊണ്ടും ഒരുപക്ഷെ തൻ്റെ കാലം കഴിയാൻ പോകുന്നു എന്ന ഉത്കണ്ഠയിൽ തങ്ങളുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്ന സങ്കടം കൊണ്ടൊക്കെയുള്ള ചില കൊടിയ തീരുമാനങ്ങൾ വരെ എടുത്തുപോയി ഒറ്റപ്പെട്ടതിനുള്ള സംഭവങ്ങൾ
കേരളത്തിലടക്കം നടന്നു കഴിഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് അവരുടെ ഒരു അത്തരം ആളുകളുടെ അവരുടെ പാരൻസിൻ്റെ ഒക്കെ ഒരു വലിയ ആശങ്കയിൽ നിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയിലുള്ള വിശ്വാസക്കുറവാണ് സത്യത്തിൽ ഇത് പിന്നിലെ കാരണം. ഒരു കുട്ടി അല്ലെങ്കിൽ മനുഷ്യൻ ഒരു ഭിന്നശേഷിക്കാരനായി കാര്യമായി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഒരു സ്റ്റേറ്റിൻ്റെതായി തീരുക എന്നുള്ളതാണ് ഒരു ഐഡിയൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ ബാധ്യത എന്നതിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ, ഏത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറുന്നതാണ് ചില വികസിത രാജ്യങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന മാതൃക. അത് തന്നെയാണ് നമുക്ക് എത്തിച്ചേരേണ്ട നമ്മുടെ ഐഡിയൽ കോൺസെപ്റ്റ്. അത് തന്നെയാണ്. കാരണം വ്യക്തിയുടെ ബാധ്യതയിൽ നിന്നും സ്റ്റേറ്റിൻ്റെ ബാധ്യതയിലേക്ക് അത് മാറുകയാണ്. അങ്ങനെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരം പാനിക്കാവുന്ന ഒരവസ്ഥ പാരൻസിനെ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന അത് ഒഴിവായി കിട്ടും. അങ്ങനെയുള്ളൊരു സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നതിൽ ഔദ്യോഗിക സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുണ്ടോ, അങ്ങനെ അതിലുള്ള വിശ്വാസക്കുറവ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ കൂടുതലായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഈ ഔദ്യോഗിക സംവിധാനങ്ങളുടെയുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ ചാരിറ്റി അസോസിയേഷനുകളിലൊക്കെ പോയി വല്ലാതെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതൊരു ആശ്രയമാണ്, പരാശ്രയമാണ്. നമ്മൾ സർക്കാരിൽ നിന്ന് ഒരു പെൻഷൻ വാങ്ങുന്ന പോലെയല്ല ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്നോ സഹായം വാങ്ങുന്നത്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിലേക്ക് ഇത് വളരേണ്ടത് ഏത് തരത്തിലാണ് എന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കൃത്യത വരുത്തിയാൽ നമുക്ക് നമ്മുടെ ഈ 2 റൗണ്ട് പൂർത്തിയാക്കുകയും അതിനുശേഷം പാരൻസുമായി നിങ്ങൾക്കുള്ള ഒരു ഇൻട്രാക്ഷനുള്ള അവസരമായി ഉപയോഗിക്കുകയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരുപാട് സംസാരിച്ച ഒരു കോമൺ വിഷയം വെച്ചാൽ കേരള സൊസൈറ്റിയുടെ അപ്രോച്ചിനെ കുറിച്ചാണ്. കേരള സൊസൈറ്റിയുടെ അപ്രോച്ച്, ഒരു ഡോമിനൻ്റ് അപ്രോച്ച് എപ്പോഴും ചാരിറ്റിയാണ്. ഇപ്പോഴും കാണുന്നത് ഗവൺമെൻറ് ഓൾസോ റിഫ്ലക്ട്സ് ചാരിറ്റി ഇത് വെൽഫെയറിൻ്റെ വിഷയം മാത്രമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. വി ആർ നോട്ട് സീയിങ് അറ്റ് ദ റൈറ്റ് സ്പേസ്. റൈറ്റ്സ് പറയുന്നെങ്കിലും റൈറ്റ്സ് നിയമത്തിൽ പറയുന്നുണ്ട്, സർക്കാർ നിയമം പറയുന്നുണ്ട് റൈറ്റ്സ്. പക്ഷേ അത് ഓവറോൾ അപ്രോച്ച് സൊസൈറ്റിയിൽ ഈ ചാരിറ്റിയും വെൽഫെയറിസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷൻ 2017-18 അറിയപ്പെടും. ചെയർ ചെയ്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അത് റിപ്പോർട്ടിൻ്റെ ടൈറ്റിലൊക്കെ എന്താണ്? ഫ്രം വെൽഫെയർ ടു റൈറ്റ്സ്. വെൽഫെയർ വതിന് റൈറ്റ്സിലേക്ക് പോകാം എന്നൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷൻ്റെ റിഫോംസ് കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഇത് നമ്മളിപ്പോഴും, പക്ഷേ അതിന് ശേഷം മാറ്റമൊന്നും വരുത്തില്ല, അതിൻ്റെ കാര്യം വേറെ. ബട്ട് സ്റ്റിൽ we do talk about that. ഞാൻ ചോദിച്ച പോലെ ആക്ച്വലി പല ഇതും ആക്ച്വലി once that approach changes, various things are going to come into place. Well, ഒന്നിട്ട് ഉദാഹരണം just for it not be appropriate disability connected എന്നാലും ഒരു സോളാർ കേസ് ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ട്. ഒരു സോളാർ കൂടെ പൈസ തട്ടിപ്പിടിച്ച ഒരു സ്കാം ഉണ്ടായിരുന്നു. ആ സ്കാമിൽ 1-ാം പ്രതിയാണ്. ഹൂ ഇസ് ദ ഫസ്റ്റ് അക്യൂസ്ഡ് ഇൻ ദാറ്റ് കേസ്? ഒരാൾക്കാർ പറഞ്ഞു സർലാന്ന് സ്ഥിരീകരിക്കുന്നു. ഷീ ഈസ് നോട്ട് ദ ഫസ്റ്റ് അക്യൂസ്ഡ്. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഹൗ ഡു അപ്രോച്ച് വുമൻ. യു സീ ഹർ ആസ് എൻ ഒബ്ജക്റ്റ്. എന്നിട്ട് നമ്മുടെ കംപ്ലീറ്റ് മാധ്യമങ്ങളല്ല, മലയാള മാധ്യമം, സോറി ടു സേ യെല്ലോ ജേർണലിസ്റ്റ് പറയുന്നുണ്ട്. സെയിം അപ്രോച്ച് ഡിസബിലിറ്റി പറയുമ്പോൾ, ഡിസബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ GN സായിബാബ എന്ന് പറഞ്ഞാൽ കുറേ കാലം ജയിലിൽ കിടന്നില്ല. ഈ സർക്കാർ എതിർ സർക്കാർ ഹി വാസ് ലെഫ്റ്റ് ഓഫ് UAPA. സായിബാബയെ കുറിച്ച്, സായിബാബയുടെ കേസ് എന്താണെന്ന് ഇതിനെക്കുറിച്ച് എല്ലാവരും ചർച്ച. സായിബാബയുടെ എത്ര പെർസെൻറ്റേജ് ഡിസബിലിറ്റി എന്നുള്ളതാണ്. 95%. It doesn't matter actually whether it's having a 10% disability or 95% disability. Actually, you're not discussing what is the core issue. Issue discussing the problem. So actually, in this case also, you പറഞ്ഞ പോലെ സൊസൈറ്റിയുടെ അപ്രോച്ച് ഓരോ ഇഷ്യൂ എന്താണ് അതാണ് തീരുമാനിക്കുന്നത്. സോ ഇൻഫെക്ട് ഓഫ് എ വെൽഫെയർ ദിസ് ടോക്ക് അബൌട്ട് എ റൈറ്റ്സ് ബേസ്ഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അഡ്വക്കേറ്റ് ചെയ്തപ്പോൾ
or especially people with mental illness and people with intellectual disability, community-based rehabilitation and all that. We are not advocating isolated സ്ഥലത്തിടാൻ പാടില്ല. They should be backed up by community support, community-based rehabilitation ആയിരിക്കണം, community-based support ആയിരിക്കണം. State support, yes. State ആയിരിക്കണം ഏറ്റവും കൂടുതൽ. സ്റ്റേറ്റിൻ്റെയാണ് ഉത്തരം. When a person is born, his entire life, നമ്മുടെ പല സ്റ്റേറ്റ്സും ഇവിടെ entire life is actually the state should take. State is responsible for his life. Healthcare and whatever it is. So once the state takes over responsibility, these things can be avoided. കേരളത്തിൽ ഒരുപാട് കേസുകൾ, ഒരുപാട് അറിവുണ്ട്. Some cases at least have come to my notice of parents of disabled children actually, especially intellectual disabilities, resorting to suicide actually, killing their children, resorting to suicide. ഇത് കേരളത്തിൽ മാത്രമല്ല, വേറെ പല സ്ഥലത്ത് നടക്കുന്നു. പക്ഷേ അഡിക്വേറ്റ്സ് ആൻഡ് ദീസ് ആർ നോട്ട്, ഇത് എല്ലാം വളരെ ലോവർ ഇൻകം ഗ്രൂപ്പ് കാറ്റഗറി വരുന്നതല്ല. Some people are there who are coming from well off backgrounds also. They also commit suicide or kill their children. I know a businessman in Haryana who killed his child. മകനെയും കൊന്നു, വൈഫിനെയും കൊന്നു, അതിന് ശേഷം he put the revolver on himself and died. So there is sense of insecurity. Unless you get rid of that insecurity with state support and this thing, this we cannot. And awareness എന്താണ് പറഞ്ഞ പോലെ തന്നെ അവയർനെസ് വരുന്നതും ഞങ്ങൾക്കൊരു നിങ്ങളുടെ ഡിസബിലിറ്റി ആക്ടിവിസ്റ്റിനൊരു വലിയ പങ്കുണ്ടായി. യു ഹാവ് ടു കം ഓൺ ദ സ്ട്രീറ്റ്സ്, യു ഹാവ് ടു ഫൈറ്റ്. നിങ്ങളുടെ ഡിമാൻഡും വെച്ച് സ്ട്രീറ്റ്സ് വന്നില്ലെങ്കിലും നടക്കാൻ പോകുന്നില്ല. വിത്ത് പാരൻസ് ഓൾസോ യു ഹാവ് ടു ജോയിൻ ദിസ് മൂവ്മെന്റ്, ബി ഓൺ ദി സ്ട്രീറ്റ്സ്, ഫൈറ്റ് ഫോർ യുവർ റൈറ്റ്സ്. എന്തായാലും ഒരു ചേഞ്ച് വരാൻ പറ്റുമെന്നുള്ള കാര്യം വാസ്തവം. ഓഡിയൻസിന് ചോദ്യങ്ങളും സംശയ ദൂരീകരണം നടത്താനുള്ള അവസരമാണ്. എല്ലാവരെയും ചെറിയ സമയം എടുത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വളണ്ടിയേഴ്സ്, ആരോടാണ് എന്നുകൂടി ചോദിച്ചാൽ കൃത്യമാവും. കമ്മീഷണറാണ്, പഞ്ചാബ് സാറാണ്. സാറ് മുൻ ഡിസബിലിറ്റി കമ്മീഷണറാണല്ലോ. സാറിൻ്റെ പല പ്രസ്ഥാനങ്ങളും പല ഇതൊക്കെ ഞാൻ കാണാറുണ്ട് നമ്മുടെ കേരള ഡിസബിലിറ്റി ഗ്രൂപ്പിൽ കൂടി. അതുപോലെ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ഗ്രൂപ്പിൽ വരാറുണ്ട്. നമ്മുടെ മന്ത്രി ആരോഗ്യം പല പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഇത്തരം ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എത്തിപ്പെടുന്നില്ല. ഞാൻ ഒരു ഡിസബിലിറ്റി കുട്ടിയുടെ പിതാവാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 5-6 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് ഓരോ സംഗതികളിലും സംവരണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷനിലായ കാരണം മത്സരിക്കാൻ SC ST സംവരണമുണ്ട്, അതുപോലെ സ്ത്രീ സംവരണമുണ്ട്, അങ്ങനെ സംവരണങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു ഡിസബിലിറ്റി ഒരു അങ്ങനത്തെ ഒരു ഇതിൽ ഒരു സംവരണം അവർക്ക് കൊടുക്കുന്നില്ല. അതുപോലെ നമ്മുടെ ഏത് സ്ഥാനത്തിൽ പോയാലും കൊടുക്കുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ടീച്ചർമാരായിട്ട് നിയമിക്കണമെന്നൊരു നിയമം വന്നു. പക്ഷേ അതിൽ പലരും ഡിസബിലിറ്റി അല്ലാത്ത ആൾക്കാർ കടന്നുകൂടുകയും അതിനെതിരെ പോലെ ആൾക്കാർ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സാറേ ഇവരെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തിൽ? നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ടായാലും ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാലത്ത് നമുക്ക് കണ്ടതാണ്. ഖത്തറിൽ വെച്ച് ഇത് നടന്നപ്പോൾ, ഒളിമ്പിക്സ് നടന്നപ്പോൾ അതിൻ്റെ ഉദ്ഘാടകനായിട്ടൊരു ഡിസബിലിറ്റിയുള്ള ഒരാളാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് അത് വന്നുകൊണ്ടിരിക്കും നിയമത്തിൽ മാത്രം ഉണ്ടാവുകയും അത് പ്രവർത്തന തലത്തിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു 2 തരം നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. അത് സാറിൻ്റെ ഒരു ഇത്രയും താല്പര്യത്തിൽ എന്താണ് അതിന് പറയാനുള്ളത്? ഇപ്പോൾ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഡിസബിലിറ്റി കുട്ടികളല്ലേ, ഏറ്റവും അർത്ഥവത്തായ ഉദ്ഘാടനം നടക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ. ഞാനത് ചോദിച്ചു ആരാണ് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആദ്യം അദ്ദേഹത്തോട് വളരെ ചോദിച്ചത്. എന്നെ വിളിച്ച വോളണ്ടിയർമാരെ ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തപ്പോൾ 21 ഡിസബിലിറ്റി ടൈപ്പ് ഉള്ള കുട്ടികളെ, കാറ്റഗറി കുട്ടികളെ എടുത്തിട്ട് അവർ തന്നെയാണ് ഇതിൻ്റെ തിരി തെളിയിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് വലിയ മീനിങ് ആയിട്ടുള്ള ഇപ്പം
താങ്കൾ ചോദിച്ച അതിനുള്ള ഒരു നല്ല മറുപടിയാണ് പാർട്ടി നമ്മുടെ ഈ സംഘാടകർ സംഘടിപ്പിച്ചിരിക്കുന്ന രീതി. അതിനകത്ത് ഇപ്പോൾ ചോദിച്ചത് ഒരു വലിയ ചോദ്യം ഇതിനകത്തുണ്ട്. മലയാള മനോരമയുടെ വീക്കിലിക്കകത്ത് എനിക്കൊരു കോളമുണ്ട്. കഴിഞ്ഞപ്പോൾ 2 കൊല്ലത്തോളമായി എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ഞാൻ ഒന്ന് എഴുതിയത് ഈ അസംബ്ലി പാർലമെന്റ് ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് എഴുതി പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിന് കഴിയുമ്പോൾ അതിനകത്ത് ഈ നമ്മളിപ്പോൾ സംവരണം കൊടുക്കുന്നത് സാമുദായിക സംവരണമാണ് അവിടെ കൊടുക്കുന്നത്, SC/ST കൊടുക്കുന്നത്. നിയമപ്രകാരം അത് കറക്റ്റാണ്. പക്ഷേ ഈ ഡിസബിലിറ്റി ഉള്ള കാറ്റഗറിയിൽ നിന്നും ഒരു മെമ്പർ അതിനകത്ത് വരാമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ, കാരണം നമ്മുടെ ആക്ടിൻ്റെ സ്കീം പ്രകാരം കുറേ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യണം, കുറേ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ചെയ്യേണ്ടത് ഈ നമ്മുടെ ലോക്കൽ ബോഡീസാണ്. അതായത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തുകൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ബോഡികളിൽ ഡിസബിലിറ്റിക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരാൾ വന്നെങ്കിൽ നല്ലതായിരിക്കുമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. തമിഴ്നാട് ഗവൺമെൻറ് അത് നടപ്പാക്കി കഴിഞ്ഞു. അവിടെ ഇലക്ഷനിലൂടെ അല്ലെങ്കിൽ പോലും എല്ലാ പഞ്ചായത്തിലും നോമിനേറ്റ് ചെയ്ത് ഒരു മെമ്പർ അവിടെ വരുന്ന നിയമം പാസ്സാക്കി ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അവിടെ ചെയ്തു. അപ്പം ആ മുറയ്ക്കായാലും ഇവിടെ കുഴപ്പമില്ല. കാരണം 95 ആക്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. അന്ന് പാർലമെന്റിൽ ഒരാളെങ്കിലും ഡിസബിലിറ്റിയുടെ പ്രതിനിധിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആക്ട് അവിടെ നടപ്പായി വന്നേനെ അന്ന് തന്നെ. പക്ഷേ അവിടെ ആ വോയിസ് അവിടെ കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അത് വരാതിരിക്കാനായിട്ട് ഡൽഹിയിൽ ഒരു ഹൈ ലെവൽ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പം ആംഗ്ലോ ഇന്ത്യൻ്റെ പ്രതിനിധി ഇപ്പോൾ ഇല്ല, അതിപ്പോൾ സ്പേസ് അവിടെ ഉണ്ട്. അവിടെ ഡിസബിലിറ്റി സെക്യുലർ സ്റ്റാറ്റ്യൂട്ടാണ്, ഇവിടെ ജാതിയും മതമൊന്നും ഇല്ലാത്തൊരു സ്റ്റാറ്റ്യൂട്ടാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു പ്രതിനിധിക്ക് വരാനായിട്ട് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുകയാണെങ്കിൽ, ഇനി ഇലക്ഷൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത് വന്നാലും മതി. ഇത്തരം കാര്യങ്ങളിൽ കാരണം ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടേണ്ട വിഭാഗങ്ങളുടെ കാര്യങ്ങൾ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യണം. ഞാൻ കുറേ സംഘടനക്കാരെ വിളിച്ചു പറഞ്ഞു, ഒരു സംഘടന പോലും അത് ആ തലത്തിലേക്ക് ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചു. ഞാൻ അവർക്ക് വേണ്ടി അത്രയും ഭംഗിയായിട്ട് എഴുതി മനോരമ തന്നെ ചോദിച്ചത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോയെന്നാണ് ചോദിച്ചത്. ഞാൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവർ കൊടുത്തിട്ട് ഒരിടത്തും ഒരു ചർച്ചയോ ഇതിനെപ്പറ്റി ഒരു ആവശ്യമോ ഒരിടത്തുനിന്നും അത് ഉയർന്നു വന്നില്ല. നേരത്തെ പറഞ്ഞില്ല, സമരങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. കേരളം മുന്നോട്ട് വന്നത് എങ്ങനെയാണ്? പല കാര്യങ്ങളിലും സമരങ്ങളിൽ കൂടെ തന്നെ വന്നത്. നമ്മുടെ അവകാശങ്ങൾ അങ്ങനെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വലിയ കാര്യമാണ് ഇവിടെ ഈ സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ ശക്തമായിട്ടുള്ള അഭിപ്രായവും കാഴ്ചപ്പാടും ഉണ്ട്. നമ്മുടെ ഈ ജനസഭകളിൽ തീർച്ചയായിട്ടും ഡിസബിലിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളവിടെ വരണം. എന്നാൽ എല്ലാവരും നല്ല പറഞ്ഞത്, എങ്കിലും ഈ കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു വേ ഓപ്പണായി നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ശക്തമായിട്ട് അഭിപ്രായമുണ്ട്. നമ്മുടെ ഇവിടെയും അത് പാസ്സാക്കി അയക്കണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് അതാണ്. ഇവിടെയും അത് പാസ്സാക്കി അയക്കണം. തമിഴ്നാട് ഗവൺമെൻറ് ചെയ്യാമെങ്കിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ, അവർ ചെയ്തെങ്കിൽ നമുക്കത് ചെയ്യാം. എത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മളെ കണ്ട് മറ്റേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ നല്ല ഒരു സജഷനാണ്. അത് യാഥാർത്ഥ്യമായി കണ്ടാൽ കുറേ മാറ്റങ്ങൾക്ക് അത് കാരണമാകും. എല്ലാം മാറിയില്ലെങ്കിലും മാറാനുള്ള ഒരു ഒന്നാം ഘട്ടം അവിടെ നമ്മൾ എത്തിച്ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സംവിധാനത്തിനോട് ഒന്ന് ആഡ് ചെയ്തോട്ടെ. 2 ക്ലാരിഫിക്കേഷനുകൾ വേണ്ടതെന്ന് തോന്നുന്നു. ഒന്ന്, വിദേശ രാജ്യങ്ങളിലെല്ലാം എന്ന പ്രയോഗം ശരിയല്ല. അപൂർവം വിദേശ രാജ്യങ്ങളിൽ എന്നാക്കണം. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണുള്ളത്. ഡെവലപ്ഡ് ആയിട്ടുള്ള ഇക്കാര്യത്തിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ അപൂർവം രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഖത്തറാണ് ഇതിൻ്റെ നമ്മുടെ നിയമത്തിൻ്റെ ആദ്യം നിയമം പാസ്സാക്കുന്നതിന് പ്രേരകമായി തരുന്നത് ഖത്തറാണ്. അതുപോലെ തുർക്കിയുണ്ട്, പിന്നെ അമേരിക്ക, ബ്രിട്ടനൊക്കെ പോലുള്ള കുറച്ച്, പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങളിലൊക്കെയാണ് പൂർണ്ണ ഭിന്നശേഷി കാഴ്ചപ്പാടില്ല. യൂറോപ്പിൻ്റെ ഒക്കെ പല ഭാഗങ്ങളിലും ഞാൻ യൂറോപ്പിലൊക്കെ യാത്ര ചെയ്ത് നേരിട്ടാൽ അത്ഭുതകരമായ അനുഭവം എഴുതിയിരുന്നു. നമുക്ക് സംഘടിപ്പിക്കാനാണ്, അതൊരു വളർച്ച നേടിയിട്ടുണ്ട്. നമ്മൾ അവിടേക്ക് വളർന്നു വന്ന ഈ പറച്ചിൽ ഞാൻ തിരുത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ മോശമാണെന്ന് വന്നു പോകരുത് എന്നതുകൊണ്ടാണ്. ഇന്ത്യയോ അതിലും വിശേഷിച്ച് കേരളമോ എത്രയോ മുന്നിലാണ് മറ്റു പല രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കിയാലും മറ്റു സംസ്ഥാനങ്ങളിൽ തട്ടിച്ചു നോക്കിയാൽ അതിൽ നിന്ന് ഇനിയും മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം വിദ്യാഭ്യാസം കൊണ്ട്, സംസ്കാരം കൊണ്ടൊക്കെ നമ്മൾ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു ആഞ്ഞുപിടുത്തം നടത്തിയാൽ ഈ പറയുന്ന പോരായ്മകളോട് വലിയ മുന്നോട്ട് പോകാൻ പറ്റും. സാറിപ്പോൾ പറഞ്ഞു ഇന്നിവിടെ നടക്കാൻ പോകുന്നത്
ഭിന്നശേഷി കുട്ടികളാണ് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ അതിശയം പറയാം, ഇതൊരു ഭിന്നശേഷി ഫെസ്റ്റിവലാണെന്ന് കരുതുക. ഈ കൊല്ലം കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്താൽ അറിയുന്നത് ആദികേശം എന്ന് പറയുന്ന ഭിന്നശേഷി കുട്ടിയാണ്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു 5ാം ക്ലാസ്സിലെ കുട്ടിയാണ്. ഉജ്ജ്വലബാല്യ പുരസ്കാരം നേടിയ ഫറൂഖ് രാമനാട്ടുകാരുടെ കുട്ടിയാണ്. ഒരു കൈ കൊണ്ട് മാത്രം ഡ്രംസ് വായിക്കുന്ന ആദികേശം ഉദ്ഘാടനം ചെയ്തത്. അതിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ കോഴിക്കോട് ജില്ലയിലെ ഒരു തലപ്പത്ത് ഞാൻ ഇരുന്നത് കൊണ്ടാണ് അത് സാധ്യമായത്. കാരണം അത് പ്രപ്പോസ് ചെയ്യാൻ ആളുകൾ ഉണ്ടായതുകൊണ്ട്. പക്ഷെ അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഒരു തിരിച്ചറിവിന്റെ വലിപ്പം കൊണ്ട് ഇവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരും അധ്യാപക സംഘടനക്കാരും ഒറ്റയടിക്ക് അത് അംഗീകരിച്ചു. അതൊന്നും വലിയ കാര്യമാണ്. ആ മാറ്റം ലെവലെത്തി അല്ല അവർ പറയാൻ നമുക്ക് പോലെ കൊണ്ടുവരണം. അങ്ങനെയാണ് ചിന്ത പോവുക. അതിന് പകരം ഈ പ്രപ്പോസൽ അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. ഇനിയും പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് എന്നതിലേക്കാവണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു പെസിമിസ്റ്റായി നിരാശരായി നമ്മളൊന്നും എവിടെ എത്താത്തവരായി എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചർച്ച വഴി പോകുന്നത് നല്ലതല്ല. പോസിറ്റീവായി ഇനി മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിരന്തരം ഉറക്കെ പറഞ്ഞുകൊണ്ട് പോകണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ തിരുത്തൽ നടത്തിയത് എന്നറിയിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. സാറ്, നമ്മുടെ കേരളത്തില് ഭിന്നശേഷി അവകാശ നിയമത്തെക്കുറിച്ച് ഒരുപക്ഷെ കേരളത്തിലെ ഭിന്നശേഷിയുള്ളവരെ പ്രദാനം ചെയ്യുന്ന സംഘടനകളും വ്യക്തികളൊക്കെ അറിയാൻ തുടങ്ങിയത് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട HS പഞ്ചാബകേശൻ ആ ഒരു പദവി അലങ്കരിച്ച സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സർവീസിലിരിക്കുന്ന സമയത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ചെയ്തതെന്നാണ് സാറ് ചോദിച്ചപ്പോൾ, അദ്ദേഹത്തിന് ശരിക്ക് ആ ഫസ്റ്റ് വിളിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ജോലി അവിടെ നിർത്താമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൽ അർപ്പിതമായ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആ അധികാര പരിധി ഉപയോഗിച്ച് അത് ചെയ്തതുകൊണ്ടാണ് ആ റേറ്റിൽ പറയുന്ന ആ വകുപ്പ് പ്രകാരം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പെനാൽറ്റി ഇടും എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നടന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഭിന്നശേഷിയുള്ളവരുടെ വകുപ്പുകൾ യഥാവിധത്തിൽ അവരുടെ റേറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അർഹതപ്പെട്ടത് അവർക്ക് നിഷേധിക്കപ്പെടുമ്പോൾ അത് കൊടുക്കാനുള്ള ഒരു തൻ്റോടത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായാൽ തന്നെ നിലവിലുള്ള സംവിധാനത്തിൽ ഭിന്നശേഷിയുള്ളവരുടെ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴെങ്കിലും ഈ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനുടെ അധികാരത്തിന്റെ പരിധിയിൽ കുറവുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. പല റിക്വസ്റ്റുകളും പല ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുമ്പോൾ, ഓർഡറായിട്ട് കൊടുക്കുമ്പോൾ പോലും അത് കാലതാമസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കുറച്ച് താമസം ഉണ്ടാക്കി നടപ്പിലാക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ട്. അത് എന്താണ് എന്ന് ബഹുമാനപ്പെട്ട പഞ്ചാബകേശൻ പറയാം. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സാറേ, ഇപ്പോഴും നമ്മളെ ഈ ശരിക്കും സൗഹൃദ കേരളം, ഭിന്നശേഷി സമ്പൂർണ്ണ സൗഹൃദ കേരളം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ 2026 നമ്മൾ ഉണ്ടാക്കുന്ന NH66 6 വരി പാതയുടെ നടപ്പാതകൾ പോലും ഭിന്നശേഷി സൗഹൃദമല്ല സാർ. നമ്മുടെ ഈ ഇലക്ട്രിക് കാറുകൾ ഇപ്പോഴും നടപ്പാതകളിൽ സ്ഥാനം പിടിച്ചു നിൽക്കുമ്പോൾ ഒരു ഭിന്നശേഷിയുള്ള ആൾ എങ്ങനെയാണ് ഈ നടപ്പാതയിലൂടെ അവൻ്റെ ഇലക്ട്രിക് വീൽ ചെയറോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി വീൽ ചെയറോ ഉപയോഗിച്ച് പോകുക എന്നുള്ളതാണ്. 2026 ഇരുന്നു കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പുതിയ നിർമ്മിതികൾ പോലും ഭിന്നശേഷി സൗഹൃദമല്ലാതെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിലെന്ത് പറയാനുണ്ട് നമുക്ക്? അതായത് ഇപ്പം 2-3 ചോദ്യം ഒരുമിച്ച് ചോദിച്ചത്. അതിനകത്ത് ആക്സസിബിലിറ്റിയാണ് ഇപ്പോൾ അവസാനം പറഞ്ഞ ഒരു കാര്യം. ആക്സസിബിൾ ആയിരിക്കണം. അത് ഈ കോഴിക്കോട് തന്നെ ഞാൻ ഇതിൻ്റെ കമ്മീഷനായിരുന്ന സമയത്ത് ഈ കോഴിക്കോട് ഫുട്പാത്തിൽ ഈ പറഞ്ഞ പോലെ തടസ്സം വെച്ചു. അപ്പോൾ അത് ഒരു TV ചാനലിൽ ചർച്ച കണ്ടിട്ടാണ് ഞാൻ എനിക്ക് ആരും പരാതി തന്നതല്ല. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചു, കോർപ്പറേഷൻ്റെ സെക്രട്ടറിയെ വിളിച്ചു. അങ്ങനെ കഴിഞ്ഞിട്ട് അന്നത് മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നോന്ന് എനിക്ക് അറിയില്ല. അത് അവിടെ എറണാകുളത്തും ഇവിടെയും രണ്ടിടത്തുമാണ് പരാതി അങ്ങനെ കിട്ടിയത്. അത് രണ്ടും പ്രത്യേകിച്ച് പരാതി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്നെ അവരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല, അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നീട് അംഗീകരിച്ചു. അപ്പോൾ എന്തായാലും അത് അന്ന് മാറിക്കിട്ടി. അപ്പോൾ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്.
തൃശ്ശൂർ ജില്ലയിൽ ഒരു പഞ്ചായത്ത്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആയോ എന്തോ എനിക്കറിയില്ല, അവിടെ ഇതുപോലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടി. അത് പൊതു കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാർ കെട്ടിടം മാത്രമല്ല കേട്ടോ, ഇപ്പം മാളുകൾ പൊതുകെട്ടിടങ്ങളാണ്. കാര്യം പബ്ലിക്കിന് ആക്സസ് ഉണ്ട്, അവിടെ അനുവാദം വാങ്ങിക്കാതെ തന്നെ കടന്നു ചെല്ലാൻ പറ്റുന്നതാണ് പൊതുകെട്ടിടം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അങ്ങനെ ഒരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവിടെ കിട്ടി, തൃശ്ശൂർ ജില്ലയിലാണ്. കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഈ ഡിസബിലിറ്റി നിയമത്തിനകത്ത് ഡ്രോയിങ്ങിൽ തന്നെ ഇതൊക്കെ വരണം. പ്ലാൻ കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിൽ പ്ലാൻ അപ്രൂവൽ ആവില്ല, റിജക്റ്റ് ചെയ്യും. കാരണം അതിനകത്ത് ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള എല്ലാം ഉണ്ടാവണം. ടോയ്ലറ്റ് വേണം, ഈ റാമ്പ് സൗകര്യങ്ങൾ ഉണ്ടാവണം, ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, മൾട്ടി സ്റ്റോറേഡ് ബിൽഡിംഗ് ആകുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെ പല ടാക്ടൈൽ ടൈൽസ് വേണം, അറിയാമല്ലോ, തറയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്ന ആ ടൈൽസ്. അതായത് ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് മറ്റ് സഹായം കൂടാതെ തന്നെ സ്വയം നടന്നു പോകാനുള്ള ഒരു സംവിധാനമാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ചെയ്യണം. അപ്പോൾ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ വലിയൊരു ബിൽഡിങ്ങാണ് കെട്ടിയിട്ട് അദ്ദേഹം റാമ്പ് വെച്ചിട്ട് അദ്ദേഹം പിന്നെ നോക്കിയപ്പോൾ കണ്ടു, ആ റാമ്പിന് വെച്ചപ്പോൾ കെട്ടിടത്തിൻ്റെ ഭംഗി പോയി എന്നാണ് കണ്ടുപിടിച്ചത്. ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി ഈ റാമ്പ് വെച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിട്ട് ബിൽഡിംഗ് വയ്ക്കാൻ നേരത്തെ ഡ്രോയിങ്ങിൽ ഇത് കാണിച്ചു. അതിനുശേഷം എല്ലാം റെഡിയാക്കിയിട്ട് ഇതങ്ങ് ഇളക്കി മാറ്റി, റാമ്പ് സൗകര്യങ്ങളൊക്കെ ഇളക്കി മാറ്റിയിട്ട് ബിൽഡിംഗ് കൂടുതൽ ഭംഗിയുള്ളതാക്കി. അപ്പോൾ ഇതുപോലെ ഒരാൾ, സാധാരണ ഒരു വ്യക്തി, അതായത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരബോധമുള്ള കുറേ ആൾക്കാർ നമുക്കുണ്ടെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെ ഒരു തെറ്റായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ആൾക്കാർ നമുക്കുണ്ട്. ഏറെ സന്തോഷം. അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ലല്ലോ, ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഒരു ഉടമസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. അത് ഭംഗി ഇങ്ങനെ വന്നുകൊണ്ട് നിർദോഷമായിട്ടാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. അത് പുള്ളിക്ക് ഇതിന് മറ്റു വശങ്ങൾ അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒടുവിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് തിരിച്ചു വെച്ചില്ലായിരുന്നെങ്കിലോ ആ ബിൽഡിംഗ് നമ്പർ ചെയ്യാൻ പറ്റില്ല. നമ്പർ ചെയ്യാത്ത ബിൽഡിങ്ങിൽ അത് പ്രവർത്തിപ്പിക്കാനും പറ്റില്ല. ഇപ്പം നിയമത്തിനകത്ത് ഒരു കുഴപ്പമില്ല, നിയമം ശക്തമായിട്ട് കുഴപ്പമുള്ള ചിലതൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി നടപ്പാക്കാനായിട്ട് നമ്മളെല്ലാവരും ഒത്തുനിൽക്കണം. അതാണ് അതിൻ്റെ ആവശ്യം. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പം ബാരിയർ ഫ്രീ എന്ന് പറയുന്ന തടസ്സരഹിത കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റാണത്. ബാരിയർ ഫ്രീ ആണ്, തടസ്സം ഉണ്ടാകാൻ പാടില്ലെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സംഗതി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. അത് ഞാൻ പറഞ്ഞ വഴക്കുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും അല്ല. നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ കുറ്റപ്പെടുത്തലിനേക്കാൾ നല്ലത് പരിഹരിക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ ഈ പബ്ലിക് സെൻസിറ്റൈസേഷനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞത്, കാരണം ഇപ്പം നമ്മൾ നിയമം ഉണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സാറ് പറയുന്നു പഞ്ചാബ് സാറിനെ പോലെ തലപ്പത്തുണ്ടായാലും, പക്ഷേ എത്ര പഞ്ചാബ് കേസൻ ഉണ്ട് രാജ്യത്ത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റില്ല. നിയമത്തിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചേ പറ്റൂ. ആരിരുന്നാലും ഇത് നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണമെങ്കിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിലേക്ക് പബ്ലിക് എത്തണം. അതായത് അവകാശ നിഷേധം ഉണ്ടാകുമ്പോൾ അതിന് സമൂഹം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവണം. സമൂഹം ചോദ്യം ചെയ്യണമെങ്കിൽ മാധ്യമങ്ങൾ അറിയണം. ജനാധിപത്യ സംവിധാനത്തിൽ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ വേറെ ആരും വന്നില്ലെങ്കിലും നിങ്ങൾ വരണമെന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മുഴുവൻ മീഡിയ വിളിച്ചു വരുത്തി ഈ എക്സ്പീരിയൻസ് സോണിലൊക്കെ അവരെ കയറ്റി ഇറക്കിയത് അവർക്കൊക്കെ ആദ്യം ബോധ്യം വേണം. ലോക്കൽ ബോഡീസിലെ ആളുകൾക്ക് ബോധ്യം വേണം. അവരാണ് പോളിസി ഉണ്ടാക്കുന്നത്. നിയമം നേരത്തെ ശിവ പറഞ്ഞതുപോലെ 5% ഫണ്ട് വേഗം അതിലേക്ക് വേഗം കൊണ്ടുവരിക കൊടുത്ത് SSKക്ക് വേഗം വിഹിതം കൊടുത്തുന്ന ഞങ്ങളുടെ ഫണ്ട് എക്സ്പെൻഡിച്ചറായി എന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഒരു വളർച്ച നേടേണ്ട ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ് വേണ്ടത്. ഏതെങ്കിലും വ്യക്തികളിലല്ല, വ്യക്തികൾ നല്ലത് തന്നെ അവരാണ് ചലിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ കലോത്സവം ഇക്കൊല്ലം ഭിന്നശേഷിക്കാർ ഉദ്ഘാടനം ചെയ്തു. അടുത്ത കൊല്ലം ഉണ്ടായിക്കൊള്ളാമല്ലോ, കാരണം ഞാൻ കൊല്ലം റിട്ടയർ ചെയ്യും. എന്നെ വിശ്വസിച്ചെല്ലാം മുന്നോട്ട് പോകേണ്ടത് ഈ സംവിധാനം. അവിടെയാണ് വിഷയം. അപ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സമൂഹം തന്നെയാണ് ആ വളർച്ച നേടേണ്ടത് എന്ന തരത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമായിട്ടാണ് ഈ
നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതകരമായ ഈ ഫെസ്റ്റിവൽ നമ്മൾ അതിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഇന്നിട്ട് ഇവിടെ എത്ര പേര് എത്തി, എത്ര പേര് ഇതിനെ മനസ്സിലാക്കുന്നത് വലിയ ഘടകം തന്നെയാണ്. പക്ഷെ നമുക്ക് മറ്റ് സമൂഹ മാധ്യമങ്ങളുടെ വഴിയൊക്കെ ഈ മെസ്സേജുകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ബാരിയർ ഫ്രീ സംബന്ധിച്ചൊരു 1-2 കാര്യങ്ങളും കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അപ്പം സാറ് പറഞ്ഞു, പഞ്ചായത്ത് സാറ് പറഞ്ഞു, ബാരിയർ ഫ്രീ കേരള എന്നുള്ളത് കേരള ഗവൺമെന്റിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജില്ലകളിലും കളക്ട്രേറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളൊക്കെ ഭിന്നശേഷി സൗഹൃദമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭിന്നശേഷി സൗഹൃദപരമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഒരു വീട് പോലും ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണം, അല്ലേ? വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള എത്ര വീടുകളുണ്ട് എന്നുള്ളത്, എത്ര വീടുകളിൽ വീൽ ചെയർ ആക്സസിബിൾ ആയിട്ടുള്ള ടോയ്ലറ്റുകളുണ്ട്, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ നിലവിൽ നമ്മളൊരു വീടിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ പൈസ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ആ ഒരു സെൻസിറ്റൈസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പം ആ രീതിയിൽ നമ്മളുടെ വീടുകൾ ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാകുന്ന രീതിയിലേക്കാണ് നമ്മൾ നിർമ്മിതികൾ നടത്തേണ്ടതുള്ളതെന്നുള്ളതാണ്. അതും ഈ ആക്ടിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ആക്ടിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഇൻക്ലൂഷനും ഒന്ന് ബാരിയർ ഫ്രീ എന്നുള്ളതുമാണ്. അപ്പം ബാരിയർ ഫ്രീ ഭൗതിക സാഹചര്യങ്ങളും അതേപോലെ നമ്മളുടെ മനോഭാവങ്ങൾ ഉൾപ്പെടെയുള്ള ബാരിയേഴ്സ് ഒഴിവാക്കണം എന്നുള്ളതാണ് ആക്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം ബാരിയർ ഫ്രീ സ്പേസ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള രീതിയിൽ വലിയൊരു ഡോക്യുമെന്റ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൻ്റെതായിട്ടുണ്ട്. 2016 അർബൻ അഫയേഴ്സ് മിനിസ്ട്രി പുറത്തിറക്കിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ്. അത് 2021 അതിൽ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അത് ഗൂഗിൾ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അപ്പം നമ്മളുടെ റാമ്പ് എങ്ങനെയാവണം, ടോയ്ലറ്റിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് വേണം, നമ്മളുടെ വെബ്സൈറ്റുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് എല്ലാ ഭിന്നശേഷി ആളുകൾക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പം നമ്മളുടെ എല്ലാ നിർമ്മാണ ഏജൻസികളും അതുപോലെ തന്നെ നിർമ്മാണങ്ങൾ നടത്തുന്ന വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ പിന്തുടരേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ കാണേണ്ടതുമല്ല. നമുക്ക് അറിയാം ആ രീതിയിൽ. ഇപ്പം നമുക്കൊരു ബാരിയർ ഫ്രീ കൺസൾട്ടൻസി സെല്ല് സംസ്ഥാന ഗവൺമെന്റ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ആസ്ഥാനമായിട്ട്. അപ്പം അവിടെ കോൺടാക്ട് ചെയ്ത ഏതാളുകൾക്കും ബാരിയർ ഫ്രീ സ്പേസ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവിടെ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മളുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതേപോലെ തന്നെയുള്ള പൊതുമേഖലാ നിർമ്മാണ ഏജൻസികളും ഒക്കെ പിൻപറ്റേണ്ട ഒരു ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ ഇതും കൂടെ നമ്മൾ അതിനും കൂടെ ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട്. അപ്പം ഇത്തരം പബ്ലിസിറ്റികൾ കൊടുക്കാനുള്ള ഒരു വേദികൾ കൂടിയായിട്ട് ഈ കൂടിയേലുകളൊക്കെ മാറേണ്ടതുണ്ട് എന്നുള്ളതും കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് തുടർന്നുള്ള കാലത്തും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മളുടെ ഗവൺമെന്റ് ഇടപെടലുകളാണെങ്കിലും ഗവൺമെന്റ് ഇതര ഇടപെടലുകളാണെങ്കിലും പൊതുജനങ്ങളുടെ ഇടപെടലുകളാണെങ്കിലും ഒക്കെ നമ്മളോട് പറയുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമുക്ക് 5-6 മിനിറ്റ് ബാക്കിയുള്ളൂ. പെട്ടെന്ന് ചോദ്യം മാത്രം. എൻ്റെ ക്വസ്റ്റ്യൻ ഷീബ മാമിനുള്ളതാണ്. മാം കുറച്ച് മുമ്പ് പറഞ്ഞു, ആദ്യത്തെ സംസാരത്തിൽ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകൾ നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ്, സ്പെഷ്യൽ ഏബിൾഡ് അല്ലെങ്കിൽ വികലാംഗർ, ഈ വേർഡുകളൊക്കെ ഇത് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലമാണെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റിൽ നമ്മുടെ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള പദങ്ങളാണ്. ഇപ്പോൾ ഡിസബിലിറ്റിയെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള വലിയൊരു പ്രശ്നം നമുക്കിടയിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെസ്റ്റേൺ കൺട്രീസ്, എസ്പെഷ്യലി UK പോലെയുള്ള രാജ്യങ്ങൾ, അവർ ഡിസബിലിറ്റി മൂവ്മെൻറ്റ്സ് തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത്, മൈക്ക് ഒലിവർ എന്നുള്ള പ്രശസ്തമായ ഒരു ഡിസബിലിറ്റി അഡ്വക്കേറ്റ് ഉണ്ട്. ആൾ അതേപോലെ തന്നെ വേൾഡിലെ തന്നെ ആദ്യത്തെ ഡിസബിലിറ്റി സ്റ്റഡീസിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഫസ്റ്റ് ഒരു പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ സോഷ്യൽ മോഡ് ഓഫ് ഡിസബിലിറ്റി എന്നുള്ള ഒരു വേർഡിനെ വേൾഡിൽ തന്നെ ഇത്രയും പ്രചാരം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ആദ്യം ഈ ഒരു ഡിസബിലിറ്റിയെ പറഞ്ഞ ഒരു പുസ്തകം എഴുതിയപ്പോൾ, ന്യൂ പൊളിറ്റിക്സ് ഓഫ് ഡിസേബിൾമെന്റ് എന്ന പുസ്തകം എഴുതിയപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ളത്, ഫസ്റ്റ് ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ളത് ഡിസബിലിറ്റിയെ ഡിഫൈൻ ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾക്ക് അറിയാം, ഡിസബിലിറ്റി ഒരു വ്യക്തിഗത പ്രശ്നമല്ല, അതിൻ്റെ പുറമെ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ എൻവയറമെന്റ് കാരണം സൊസൈറ്റിയിൽ
ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റി വെക്കുന്ന ബാരിയേഴ്സ് കാരണമാണ് ഇദ്ദേഹം ഡിസേബിൾ ആവുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വേർഡ്, നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നുള്ള വേർഡ് തന്നെ, ഞാൻ ഒരു ഡിസേബിൾ ആണെങ്കിൽ മറ്റൊരാൾ എന്ന് പറയുന്നത് അവൻ നമ്മളെ പോലെയല്ല, അവൻ ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സംടൈംസ് ഇത് ചിലപ്പോൾ റൊമാൻറ്റിസൈസ് ചെയ്യാം ഡിസബിലിറ്റിയെ, അല്ലെങ്കിൽ അതിനെ ഒരു നെഗറ്റീവ് ഒരു അപ്രോച്ചിലൂടെ കാണുകയും ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള വേർഡുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതിനൊരു നെഗറ്റീവ് കണക്ടേഷൻ ഉണ്ട് എന്ന് അറിയുമ്പോഴും അല്ലെങ്കിൽ ഉണ്ടാവാമെന്ന് ചിന്തിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിലൊക്കെ ഡിസബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന പോലെയുള്ള ഡെഫിനിഷൻ കൊടുക്കാത്തത്? അതേപോലെ തന്നെ അബ്ദുൽ ഹക്കീം സാർ ഒരു എഴുത്തുകാരൻ അറിയാം, എങ്ങനെയാണ് മലയാളത്തിൽ നമ്മൾ ഡിസബിലിറ്റിയെ ഡിഫൈൻ ചെയ്യാം? ജുനൈദ്. ഞാനാണ് ഉത്തരം പറയേണ്ടത്. നമ്മള് ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ് അല്ലെ, പരിമിതിയുള്ള ആള് എന്നായിരിക്കും അത് യഥാർത്ഥത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ വരികയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ഇപ്പൊ കാഴ്ച പരിമിതി നേരിടുന്ന ആൾ, ശ്രവണ പരിമിതി നേരിടുന്ന ആൾ, ചലന പരിമിതി നേരിടുന്ന ആൾ എന്നൊക്കെ യഥാർത്ഥത്തിൽ നമുക്ക് മലയാളത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നു. അതൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഉപയോഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു പൊതുബോധവും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഭിന്നശേഷിയുള്ള ആളെന്നുള്ളത് കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്നത്. ഞാൻ പേഴ്സണലി അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്തിട്ടുള്ള പ്രയോഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ പൊതുവായിട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു യൂസേജിനകത്ത് വരുന്ന സമയത്ത്, അത് ഔദ്യോഗികമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളും അതിങ്ങനെ ഉപയോഗിക്കേണ്ടി വരികയാണ് അല്ലെ. ഇപ്പൊ ഭിന്നശേഷിയുള്ള ആള് എന്നല്ല യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു ഡിക്ഷണറി കണ്ടിട്ടുണ്ട്, UK തന്നെ ചെയ്തിട്ടുള്ളൊരു ഡിക്ഷണറിയാണ്. അപ്പോൾ ആ ഡിക്ഷണറിയിൽ യഥാർത്ഥത്തിൽ ഡെഫിനിഷൻ വരുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നുള്ളതാണ്. അപ്പം അതേപോലെ പേഴ്സൺ വിത്ത് സെറിബ്രൽ പാൾസി, പേഴ്സൺ വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അങ്ങനെയാണ്. അതേസമയം ഡിസേബിൾഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് ഡിഗ്നിറ്റി കുറയ്ക്കുന്ന വാക്കാണെന്നുള്ളത് കൊണ്ട് ഡിസേബിൾഡ് എന്ന് ഉപയോഗിക്കാതെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള യൂസേജ് ആണെന്നുള്ള രീതിയിലാണ് ആ ഡിക്ഷണറി നമ്മളോട് പറയുന്നത്. എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം യഥാർത്ഥത്തിൽ ആ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുള്ളതാണ്. പിന്നെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു പരിമിതി തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഭിന്നശേഷി എന്ന് പറഞ്ഞ് റൊമാൻറ്റിസൈസ് ചെയ്തത് കൊണ്ട് ഒരു ഡിസബിലിറ്റി ഇല്ലാതായി മാറുന്നില്ല. അപ്പം ഭിന്നശേഷിയുള്ള ആളുകളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവരും പറയുന്നത് ഞങ്ങളെ പരിമിതിയുള്ള ആളുകൾ എന്ന് പറയുന്നത് തന്നെയാണ് അവർക്കും കുറച്ചും കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതി എന്നുള്ളതാണ്. അത് പറയുമ്പോഴാണ് പരിമിതികളുള്ള ആളുകൾക്കുള്ള റൈറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പരിമിതിയാണ് എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് റൈറ്റ്സ് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനും അത് ആക്സസ് ചെയ്യാനും പറ്റുന്നത്. അപ്പോൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നുള്ളത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുകയും പരിമിതിയുള്ള ആള് എന്ന് കൃത്യമായിട്ട് പറയുകയും മലയാളത്തിൽ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ജില്ലയിൽ ചോദിച്ചത്. അത് ഒരു ഗ്ലോബലി ഡിബേറ്റഡ് ആണ്. ഇത്തരം ചില ടെർമിനോളജി, ചില ഭാഷാപരമായ പ്രശ്നങ്ങൾ എന്നാണ്. കേരളത്തിൽ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഞാൻ തന്നെ ഈ മേഖലയിൽ അത്യാവശ്യം സംസാരിക്കാനും എഴുതാനൊക്കെ തുടങ്ങിയ ശേഷം ഈ ഡിസേബിൾ എന്ന പദത്തെ നെഗേറ്റ് ചെയ്തതാണ് തുടക്കത്തിൽ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ആ കൊണോട്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ അവരുടെ പേഴ്സണൽ ഡിഗ്നിറ്റി കുറച്ച് കാണുന്നു എന്നുള്ള ഒരു തരത്തിൽ. പക്ഷേ കുറേ കൂടി നമ്മൾ അതിൽ ഇടപെടുമ്പോൾ പിന്നെ വരുന്ന ചർച്ച, ഈ സോഷ്യൽ മോഡലൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തിക്കല്ല പരിമിതി എന്നും വളരെ പരിമിതിയുണ്ട്, വെല്ലുവിളികളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജൂനിയർ റൂട്ട്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ സമൂഹം സൃഷ്ടിക്കുന്ന തടസ്സങ്ങളും പരിമിതികളുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഏറ്റവും വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവിന് അപ്പോൾ ഡിസബിലിറ്റിയെ ആ വ്യക്തിയുടെ ഡിസബിലിറ്റി അല്ല, മറിച്ച് അതിൻ്റെ പരിസരത്തിൻ്റെ ഡിസബിലിറ്റി, പരിസരമാണ് അയാളെ കൂടുതൽ ഡിസേബിൾഡ് ആക്കുന്നത്. അതുകൊണ്ട് അതിന് കൃത്യമായി ഡിസബിലിറ്റി എന്ന് തന്നെ വിളിക്കണം എന്ന വാദം മുന്നോട്ട് വെക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഫെസ്റ്റിവലിൻ്റെ പേരിടലുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഡിബേറ്റ് നടന്നിട്ടുണ്ട്. ഇത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് നടത്തണമോ, കേരള ഇൻക്ലൂസീവ് ഫെസ്റ്റിവൽ എന്ന് നടക്കണമോ, കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ എന്ന് വേണമോ, അതിൻ്റെ അപ്പുറമുള്ള ഒരുപാട് പുതിയ
സപ്ലിമേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെർമിനോളജികൾ വെച്ചുകൊണ്ട് നടത്തണം എന്നൊക്കെ ചർച്ച നടന്നിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള വളരെ റാഡിക്കൽ ആയിട്ടുള്ള ചില വാദങ്ങൾ ഡിസബിലിറ്റി എന്ന് തന്നെ ഉണ്ട്. അതിന് സങ്കീർണമാക്കുന്ന ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഡിസബിലിറ്റി ഉണ്ടെന്ന്. ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഈ വിഷയത്തെ കാണുന്നത് പോലെയല്ല മെന്റൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾ കാണുന്നത്. അങ്ങനെയല്ല ഒരു ഇൻവിസിബിൾ ഡിസബിലിറ്റി ഉള്ള ഒരാൾ കാണുന്നത്. അതിലും പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിന്റെ ചലന പരിധി ലോക്കോമോട്ടർ ഇഷ്യൂ ഉള്ള ഒരു വിഭാഗത്തിന് മാത്രം ഒരു ചർച്ചയാണെങ്കിൽ അവിടെ നേർന്നേരുന്ന വാദമല്ല ഒരു മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ ഉണ്ടാകുന്നത്. അതും നമുക്ക് കാണണം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയിട്ടുള്ള ഭാഷാപരമായ പരിമിതിയോ സങ്കീർണതകളോ ഈ കാര്യത്തിലുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ്. അപ്പോൾ ഏതായാലും ഇതിനെ ഡിസബിലിറ്റി എന്ന ആഗോളതലത്തിൽ സ്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗിച്ചു വരുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡിസബിലിറ്റിയാണ്. RPW ആക്ട് എന്ന് പറഞ്ഞാൽ ഡിസബിലിറ്റി ആക്ടാണ്. ഇവിടെയും ഡിസബിലിറ്റി റൂൾസ് ആണ്. അപ്പോൾ ഡിസബിലിറ്റി എന്ന പദം ഇങ്ങനെ ഒരു റിയാലിറ്റി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഡിസബിലിറ്റിയെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു നിൽപ്പിന് ഇപ്പോൾ ഏതായാലും സമയമായിട്ടുള്ള ഡിസബിലിറ്റി തന്നെയായി പ്രോബ്ലമറ്റൈസ് ചെയ്യണം, പ്രശ്നവൽക്കരിക്കണം, അതിനെ പൊളിറ്റിസൈസ് ചെയ്യണം. ആ ടെർമിനോളജിയെ പൊളിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ഡിസ്കഷൻ എന്ന വാദത്തിന് മേൽക്കൈ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫെസ്റ്റിന്റെ പേര് പോലും കേരള ഡിസബിലിറ്റി വെബ്സൈറ്റ് ഡീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ തൽക്കാലം ഈ ചർച്ചകൾ അവസാനിക്കാനായിരുന്നു. കൂടുതൽ നമുക്കൊക്കെ അറിയാം, കുറെ കൂടി ഇനി കൃത്യത വരേണ്ടതുകൊണ്ട് നമ്മുടെ സാമൂഹിക വളർച്ചയും സ്വാഭാവികമായിട്ട് ആ ഭാഷാപരമായ വളർച്ചയും കൂടി സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.